2 മനുഷ്യർ. സ്വദേശത്തും വിദേശത്തുമായി ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ ഹൃദയം കൊണ്ടെഴുതിയ ഭാഷയിൽ ഹൃദയത്തിൽ തറയ്ക്കുന്ന ഇന്റർനാഷണൽ ട്രെയിനറായും മോട്ടിവേഷണൽ സ്പീക്കറായും ആന്റി ഡ്രഗ് ക്യാമ്പയിനറായും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം. ജന്മം കൊണ്ട് കോട്ടയമാണെങ്കിലും കർമ്മം കൊണ്ട് മലപ്പുറത്ത് സേവനം അനുഷ്ഠിച്ച ദ മുൻ പവർഫുൾ പോലീസ് ഓഫീസർ, ഇന്ന് പ്രായഭേദമന്യേ സോഷ്യൽ മീഡിയകളിലൂടെ നാം ഏവരും പിന്തുടരുന്ന ആരാധിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, എല്ലാത്തിലുമുപരി മാതാപിതാക്കളുടെ വാത്സല്യനിധിയായ മകൻ, ഭാര്യയുടെ സ്നേഹനിധിയായ ഭർത്താവ്, മക്കളുടെ സൂപ്പർ ഹീറോ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, ഞങ്ങളുടെ ഏവരുടെയും സ്വകാര്യ അഭിമാനം നിറഞ്ഞ കൈകളോടുകൂടെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഒത്തിരി ബഹുമാനത്തോടുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ഫിലിപ്പ് ആൻഡ് ചിത്രവർണം. So please. ഹലോ, ജോർജ് സാറ് പറയുന്നപോലെ പറഞ്ഞ കേട്ടോ. ആണോ? സന്തോഷമുണ്ട്. എല്ലാവരും ഹാപ്പി അല്ലേ? ആണോ? ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ PT ഉഷ സാഫ് ഗെയിംസിൽ ഓടാൻ നിൽക്കണമല്ലോ ഇങ്ങനെ അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും സന്തോഷമാണ്. ഇന്ന് ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ കടലുണ്ടി എന്ന് പറയുന്ന ചരിത്രമുറങ്ങുന്ന ഈ ഗ്രാമത്തിൽ നിങ്ങളെ കാണാൻ വന്നത്. KGM ഈ കുടുംബത്തിനകത്ത് ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവാസ ലോകത്ത് സാന്നിധ്യം അറിയിച്ച പ്രവാസികൾ, നിലവിൽ ഇപ്പോഴും പ്രവാസ ലോകത്ത് ജീവിതം സമർപ്പിക്കപ്പെട്ട പ്രവാസികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ദിതാംശങ്ങളെല്ലാം കൂടുന്ന ഒരു മഹത്തരമായ ചടങ്ങിലാണ് ഞാനിന്ന് ഈ വേദി പങ്കിടുന്നത്. തീർച്ചയായിട്ടും കടലുണ്ടി ഗ്ലോബൽ മെറ്റേഴ്സ് സംഘടിപ്പിച്ച പരിപാടിയിൽ വലിയ സന്തോഷം. പ്രിയങ്കരനായ സെക്രട്ടറി പ്രിയപ്പെട്ട സലീം EP അവർകൾ, അതേപോലെ KGMൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാഫി അവർകൾ, അതേപോലെ ഈ പരിപാടിയിലേക്ക് എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും KGMൻ്റെ സ്നേഹത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചൊക്കെ നിരന്തരമായി സംസാരിച്ച പ്രിയപ്പെട്ട നജ്മൽ മേലാത്ത്, അതേപോലെ കുറച്ച് സമയത്തിനിടയിൽ വന്ന് കണ്ടുപോയ പ്രിയപ്പെട്ട പുട്ടിയേട്ടൻ. ഇതിങ്ങോട്ട് കുറച്ചിങ്ങോട്ട് വരുമോ? മുമ്പോട്ട് വരുമോ? ഞാൻ ഇങ്ങനെ പോകേണ്ടി വരും. ഇവിടെ വരുമോ? ഇങ്ങോട്ടാക്കി കുറച്ച്, അല്ലെ അങ്ങോട്ട് കയറി എന്നോളാം, കുഴപ്പമില്ല. നല്ല ശബ്ദം കേട്ടോ. ഓഡിറ്റോറിയത്തിൽ ഇത്ര നല്ല ശബ്ദം ആർക്കും സെറ്റ് ചെയ്യാൻ പറ്റാറില്ല അല്ലേ? സത്യമാണ്. ഞാൻ എവിടെയും ഈ ഓഡിറ്റോറിയം കാണുമ്പോൾ പേടിയാണ്. നമുക്കത് വലിയ എക്കോ ഉണ്ടാവും. അപ്പം അവിടെ ഇരിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് ശബ്ദമൊക്കെ. മോളുടെ സൗണ്ടൊക്കെ നല്ല അടിപൊളി ആങ്കർ ചെയ്യണം പൊന്നുമോള്. മിടിക്കുക കേട്ടോ. ഓക്കെ. അപ്പം അതേപോലെ പ്രിയപ്പെട്ട സുബൈർക്ക, മറ്റൊരുപാട് പേരുടെ പേരുകളുണ്ട്. ഏറെ സന്തോഷം. അതിലുപരി എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ ചങ്കെന്ന് പറയുന്ന പ്രിയപ്പെട്ട മകേഷ്, ഏകദേശം 17 രാജ്യങ്ങൾ ഒന്നിച്ച് ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ തൻ്റെ ചിത്രങ്ങൾ കൊണ്ട് ജനങ്ങളുമായിട്ട് സംവാദം നടത്തുന്ന ഒരു ചിത്രകാരനാണ് പ്രിയപ്പെട്ട മകേഷ് ചിത്രണം. KCB ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ. അതിലുപരി 3050 വേദികൾ, ഏകദേശം ഒരുപാട് പുരസ്കാരങ്ങൾ, ചെറുതും വലുതുമായ 2000-ന് മുകളിൽ പുരസ്കാരങ്ങൾ വാങ്ങിയ ഒരു അനുഗ്രഹീത കലാകാരനാണ് മകേഷ്. അച്ഛൻ ചെറുപ്പത്തിൽ മദ്യപിച്ച് വീടിൻ്റെ മുമ്പിൽ വന്ന് അർദ്ധനഗ്നനായി വീടിന് മുമ്പിൽ കിടക്കുമ്പോൾ മകേഷ് എന്ന് പറയുന്ന ഇരിക്കുന്ന മകേഷ് തൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മകേഷിൻ്റെ വീടിൻ്റെ അടുക്കളയിൽ പോയി കരിക്കട്ട എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ കിടക്കുന്ന ചില രംഗങ്ങൾ വീടിൻ്റെ ചുവരുകളിൽ അങ്ങനെ കുത്തി വരച്ച് വീടിന് മുറ്റത്തെ ചെടികളുടെ ഇലകൾ പറിച്ച് കൈകൾ ചാലിച്ചുകൊണ്ട് മകേഷ് അച്ഛൻ്റെ ചില രംഗങ്ങളെ അങ്ങനെ വരച്ച് പിറ്റേ ദിവസം അച്ഛനോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛൻ ഇന്നലെ ഇങ്ങനെയാണ് കിടന്നതെന്ന് പറഞ്ഞ് പടിയൻ ശങ്കരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ അങ്ങ് പടിഞ്ഞാറെ ചാത്തല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ മകൻ്റെ ചിത്രരചന കൊണ്ട് മദ്യപാനം നിർത്തി 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മകേഷ് എന്ന് പറയുന്ന കൊച്ചുകുട്ടിയെ ആദ്യമായി ഒരു പുരസ്കാരം നൽകി മകേഷ് ആദരിച്ചു. തുടർന്ന് ആ മകേഷ് വരച്ച് ലഹരിക്കെതിരെ മാത്രം വര തുടങ്ങി. അവസാനം മകേഷ്
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 3 വർഷത്തെ ലോഗോ മകേഷിൻ്റെ സൃഷ്ടിയാണ്. സംസ്ഥാന KSB ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സുരക്ഷ. ഒടുവിൽ മകേഷ് ഇപ്പം മജാക്കോയിന വിന്നർ കൂടിയാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ. അങ്ങനെ ഒരുപാട് തത്സമയം വളരെ പെട്ടെന്ന് ചിത്രങ്ങൾ വരച്ച ചിത്രത്തിൻ്റെ ആശയത്തെ മകേഷ് വരയ്ക്കും, ഞാൻ സംസാരിക്കും. അങ്ങനെ വാക്കും വരയും ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നടത്തുന്നൊരു പ്രോജക്റ്റാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. തീർച്ചയായിട്ടും മകേഷ് ഞാൻ ഇന്നലെ അവിടെ എത്തിയാദ് ടവേഴ്സിൽ കോൺറോഡ് എത്തിയാദ് ടവേഴ്സ് UAE ഒരു പ്രോഗ്രാം ഇന്നലെയായിരുന്നു രാത്രിയിൽ. ആ പരിപാടി കഴിഞ്ഞപ്പോൾ 2 മണിയായി, 1:30 മണി. അവിടുന്ന് പിന്നെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്നും 2:45 ഫ്ലൈറ്റ്. രാവിലെ 8:30 കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയത്. അത് നേരെ അവിടുന്ന് പിന്നെ നേരെ കോട്ടയ്ക്കലിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഒരു വലിയ മഹിള സംഗമത്തിൽ പ്രിയപ്പെട്ട പണക്കാട് തങ്ങൾ നടക്കുന്ന പരിപാടി പങ്കെടുത്തു. ആ പരിപാടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന് തൊട്ട് കടലുണ്ടി വന്നിട്ട് ഇപ്പോഴാണ് 3:30 ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. ക്ഷീണമൊന്നുമില്ല. കാരണം അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് 5 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് UAE ആയിരുന്നു. 4-5 ദിവസമായിട്ട് പ്രോഗ്രാമായിരുന്നു ഫുള്ള്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു നമുക്ക് കുറച്ച് സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. ഇതിന് വേണമെങ്കിൽ ഒരു ക്ലാസ്സായിട്ടും കാണുമൊന്നും വേണ്ട, ഒരു വർത്തമാനം പറച്ചിലായിട്ട് നിങ്ങൾ എന്നെ കണ്ടാൽ മതി ഇതിനെ. അപ്പോൾ നമ്മളെല്ലാം തിരക്കുള്ളൊരു ലോകത്ത് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. എല്ലാവരും സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എല്ലാ സന്തോഷത്തിലാണെന്ന്, അല്ലേ? ഒന്നില്ലെങ്കിൽ സാമ്പത്തികം, ശാരീരികം, മാനസികം, വീട്ടിൻ്റെ അവസ്ഥകൾ, ഭാര്യ വീട്ടുകാരെന്നുള്ള പ്രശ്നം ഭർത്താവ് അനുഭവിക്കുന്നു, ഭർത്താവ് വീട്ടുകാരെന്ന് അനുഭവിക്കുന്നത് ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും അനുഭവിക്കുന്ന മാനസിക വൈകാരിക വിഷമങ്ങൾ, ഭർത്താവ് ഇതിനിടയിൽ ഒരു തെങ്ങിൻ്റെ മട്ടൽ ചവിട്ടിയോല അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിന് നിൽക്കണം. ഭാര്യയെ ഒഴിവാക്കാൻ പറ്റൂല, അങ്ങനെ ഉമ്മനെ ഒഴിവാക്കാൻ പറ്റൂല, ഉപ്പനെ ഒഴിവാക്കാൻ പറ്റൂല. ഇതെല്ലാം അനുഭവിക്കുന്ന ഭർത്താവ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ സാമ്പത്തിക പ്രശ്നം, കുട്ടികളുടെ പഠനങ്ങൾ, കുട്ടികൾ തിരിച്ചു തരാത്ത പ്രശ്നങ്ങൾ, മകൻ്റെ പ്രശ്നം, മകളുടെ പ്രശ്നം, ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒന്നൊന്നൊന്നായി നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കണവരാ. പിന്നെ അതെല്ലാം നമ്മൾ അതിജീവിക്കണം എങ്ങനെയാ? ചിരിച്ചിട്ടും നല്ല വസ്ത്രം ഇട്ടിട്ടും ഹായ് ഹോയ് പറഞ്ഞിട്ടും ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടും ഒരു ഫോട്ടോ എടുത്തിട്ടും ഒന്നുമില്ലടി ഒക്കെ ശരിയാവും ഇങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ ജീവിക്കുക, ഞാനും നിങ്ങളൊക്കെ, അല്ലേ? അപ്പോൾ കാലം ഇങ്ങനെയാണ്. ഒരു കട്ടിൽ കിടക്കണ ഭർത്താവിന് പോലും ഭാര്യയോട് സംസാരിക്കാനൊന്നും സമയമില്ല. നമ്പൂരി പറയണ പോലെ ഒരു കട്ടിൽ കിടക്കണേ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ല, മിണ്ടാൻ സമയമില്ല, ഒന്നിനും സമയമില്ലാന്ന്. അപ്പോൾ ഇല്ലേ? അപ്പോൾ ഭർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യയോട്, മുത്തേ നീങ്ങി കിടക്കടി എന്ന്. ഭാര്യ കേൾക്കണില്ല. ഭാര്യയുടെ ചെവിയിൽ ബഡ്സാണ്. ഭാര്യ ഇങ്ങനെ റീൽസ് കാണുന്നുണ്ട്. ഇങ്ങനെ ഭാര്യ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭർത്താവ് അപ്പുറത്ത് തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യ കുക്കറി പരിപാടിയൊക്കെ കണ്ടോണ്ടിരിക്കും. ഇങ്ങനെ തോണ്ട് അപ്പെല്ലാം റീൽസാണല്ലോ കാണുക, പൊട്ടിച്ചിരിക്കുക. അപ്പുറത്ത് ഭർത്താവും പൊട്ടിച്ചിരിക്കണു. അങ്ങനെ ചിരിച്ച് ഭർത്താവ് നിലത്ത് പോകാറായപ്പം ഭർത്താവ് ഇങ്ങനെ തള്ളുന്നുണ്ട്, ഭാര്യനെ ഇങ്ങനെ തള്ളുന്നുണ്ട്, നീങ്ങി കിടക്കാൻ പറഞ്ഞു. കേൾക്കണ്ടേ? അവസാനം ഭർത്താവ് ഗതി കെട്ടിട്ട് ഒരു മെസ്സേജ്, മുത്തേ ഒന്ന് നീങ്ങി കിടക്കടിയെന്ന്. അപ്പോൾ ഭാര്യ തിരിച്ചൊരു മെസ്സേജ്, സോറിയുടെ കുട്ടാ എന്ന് പറഞ്ഞ മെസ്സേജ് ആക്കിട്ട് എന്നിട്ട് ഭാര്യ ഒന്ന് നീങ്ങിക്കിടന്നു ഇങ്ങനെ, അല്ലേ? അപ്പോൾ ഒരു കട്ടിലിൽ പോലും ഭാര്യയ്ക്കും ഭർത്താവിനും ആശയവിനിമയം നടത്താൻ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൽ 2 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ഈ ഇലക്ട്രോണിക് ഡിവൈസ് വന്നിട്ട് ആണ് പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നത്, അല്ലേ? ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യമായ ഘടകം ഏതാന്ന് ചോദിച്ചാൽ ഇതാണ്. ഞാൻ കഴിഞ്ഞ മാസം കസാഖിസ്ഥാനിലായിരുന്നു. 7 വർഷം അവിടെ കസാഖിസ്ഥാനിൽ AIM+ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുത്ത കസാഖിസ്ഥാൻ അംബാസഡർ ആ വേദിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് കുട്ടിയോട് ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു, ലഹരിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വന്ന കൂട്ടത്തിൽ അതിനകത്ത് സാന്ദ്രപേടെ ചോദിച്ചു, ശരി ഇങ്ങനെയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ ബി ഡൺ നൗ? സോ അപ്പോൾ അതിനകത്തൊരു കുട്ടി എഴുന്നേറ്റത് പറഞ്ഞൊരു ചോദ്യം എന്നോട് പറഞ്ഞ ചോദ്യമാണ്. അവൾ പറയുകയാണ്, അപ്പം അതിനിടെ അത് കഴിഞ്ഞ ശേഷം സംഭാഷണത്തോടെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം ആ കുട്ടി ചോദിക്കുകയാണ്, സർ നിങ്ങൾ ഒരുപാട് വേദികൾ ക്ലാസ് എടുക്കുന്നില്ലേ, ഒരുപാട് രാജ്യങ്ങൾ പോയി എന്നൊക്കെ പ്രൊഫൈലിലൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് എന്താ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി. ഇതിൻ്റെ റിസൾട്ട് എന്താണ്, വിജയമുണ്ടോ ചോദിച്ചു. അപ്പം ആ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി അങ്ങനെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആ വേദിയിൽ നിന്ന് ചോദിക്കുകയാണ്, 3050 വേദികളിലും ലഹരിക്കെതിരെ ഗിന്നസ് ബുക്കിൽ നിങ്ങളുടെ പേരുകളൊക്കെ ഇടം നേടി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ റിസൾട്ടിൽ നിങ്ങൾ സംതൃപ്തനാണോ? ആർ യു ഹാപ്പി? പക്ഷെ ഹാപ്പിയല്ല. ഒരു ദിവസം ഒരു 10-20 ഫോൺ കോളുകൾ എനിക്ക് വരും, അമ്മമാരുടെ വിദേശത്തൊക്കെ വരും. ഇവരെല്ലാം പറയുന്നത് മക്കളെക്കുറിച്ചുള്ള ആശങ്കകളും ആദികളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുക. ശരിയല്ലേ? ഇതെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ മുകളിൽ ആൾക്കാരുണ്ടോ, മുകളിലുണ്ട് കുട്ടികളുടെ ഒന്ന് വിളിക്കാമോ, മക്കളെ മുകളിൽ നിന്ന് വിളിക്കുമോ? നിങ്ങളെ മക്കളുടെ എനിക്കൊന്ന് സേഫ്റ്റി വളരെ കുറവാന്ന് തോന്നുന്നു. കുട്ടികൾ ഓടി കളിക്കുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. ആരും മുതിർന്നവരാരും ഇല്ല അവിടെ. മക്കളെ വാ, എൻ്റെ പൊന്നു മക്കൾ വാ, നല്ല കുട്ടികളാണ്. കസേര കയറി നിൽക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ, എനിക്ക് ശ്രദ്ധിക്കണത് അവിടെയൊക്കെ. ആരും ഒരാൾ പോയാൽ മതി. ആ
നല്ലൊരു സദസ്സാണ്, അതാ ഞാൻ പറയണത്. ഈ മൂന്ന് ദേ കൂടെ കയറുന്നുണ്ട്. ആ, കുഴപ്പമൊന്നുമില്ല, ഓക്കെ. മുതിർന്നവരാരും ഇല്ല, അതാ ഞാൻ പറയാൻ കാരണം. അവിടെ അവരെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല. ഓക്കെ. ആ, അപ്പോൾ എൻ്റെ കണക്ഷൻ പോയി, മെമ്മറി പോയി. എവിടെ പറഞ്ഞു നിർത്തിയത്? എവിടെ പറഞ്ഞു നിർത്തിയ മകേഷ്? എവിടെ പറഞ്ഞു നിർത്തിയ? ആ, ഏതോ യെസ്. അപ്പോൾ ഖസാക്കി സാഹിബ് അപ്പോൾ കുട്ടി ചോദിച്ചാണ്, ഇത്രയും കാലം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എടുക്കുന്നില്ലേ, ഒരുപാട് വേദികളിൽ നിങ്ങൾ ക്ലാസ് എടുത്തില്ല, എന്താ റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ ശരിയാണ്, നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പി അല്ല. പിന്നെ വേറെ ചോദ്യം ചോദിച്ചു കൂട്ടത്തിലാണ് ചോദിച്ചത്, ലോകത്തിൽ ഏറ്റവും വലിയ ലഹരി വസ്തു എന്താ ചോദിച്ചു, പദാർത്ഥം ചോദിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, നല്ല രീതിയിൽ പറഞ്ഞു. മെത്താഫിറ്റമിൻ, എക്സ്റ്റസി, മാൻഡി, മോളി, 3,4 മെത്തലിൻ, ഡയോക്സി, മത്താംഫിറ്റമിൻസ്, അതുപോലെ ബ്രൗൺ ഷുഗർ, കൊക്കൈൻ, ആൻഷുഗർ, പല പേരുകളൊക്കെ പറയുന്നുണ്ട്, പലരും പറഞ്ഞു. പക്ഷേ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, ഇനി അടുത്ത ലഹരി വസ്തു എന്താണെന്ന് ചോദിച്ചു. വസ്തു, പദാർത്ഥങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി വസ്തു എന്താണെന്ന് ചോദിച്ചു. അതിൽ ഒരു കുട്ടി പറഞ്ഞു മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ ലഹരി വസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വർത്തമാനം പറച്ചിലാണ്. ഞാൻ പറഞ്ഞു മൊബൈൽ ഫോൺ ലഹരി വസ്തുവാണോ? ശരിക്കും മൊബൈൽ ഫോൺ നമ്മളെ മക്കൾക്ക് ലഹരി വസ്തുവായി മാറുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടെന്നാണോ ഇല്ലയെന്നാണോ? ഉണ്ട് അല്ലേ? ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം 2,16,000 രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ്. അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് 2,62,000 രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ്. ഞാൻ ഏകദേശം ഒരു 70 ലക്ഷം രൂപ ഏകദേശം ഒരു 3 years കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ റീൽസുകൾ, എൻ്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പം നിലവിൽ ഞാൻ പോലീസുകാരനല്ല. കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് VRS എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട്, 100 SIമാരുണ്ട് പല സ്റ്റേഷൻ. അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖമാണ്, PM ഇല്ല, ഇൻക്വസ്റ്റ് ഇല്ല, ഡ്യൂട്ടി ഇല്ല, നിനക്ക് ട്രാഫിക് ഇല്ല, ഫയലില്ല, കേസ് എൻക്വയറി ഇല്ല, മറ്റു സ്റ്റേറ്റിൽ പോകണ്ട, നിനക്ക് ആരാൽ നിയന്ത്രണമില്ല, നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ, കത്തിക്കയറുന്നൊക്കെ പറയും ഒപ്പമുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും. അവിടെ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക, മടുത്തണമെന്നൊക്കെ പറയും ഇങ്ങനെ. പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ല വന്നത് കേട്ടോ. ഞാൻ പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു 6 months വരെ പെരുന്തമണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ VRS എഴുതി കൊടുത്തത്. കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ മൂലം പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് VRS നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. കുറച്ച് പെൻഡിങ് വെച്ചു. നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം, ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 85,000 രൂപ മാസം ശമ്പളം കിട്ടും. പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള NCC SPCകൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിലും ആ പെരുന്തമണ പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ VRS എടുത്തത്. ഒരുപാട് പേര് എന്നോട് പറയും, സാർ ആ പോലീസ് നിങ്ങൾ ആ യൂണിഫോം അഴിക്കരുതായിരുന്നു, നിങ്ങൾ ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടമുണ്ട്, ഞങ്ങളിൽ വിഷമമുണ്ട് എന്നൊക്കെ പലരും പറയും. പക്ഷേ മനസ്സുകൊണ്ട് ഇപ്പോഴും ഞാൻ പോലീസുകാരനാണ്. മനസ്സുകൊണ്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു പോലീസുകാരനുണ്ട്. ഈ പ്രൊഫൈൽ ഏകദേശം ഒരു 6 മാസത്തെ പ്രൊഫൈലാണ്. ഞാൻ അത് കട്ട് ചെയ്യാൻ മറന്നു, അയച്ചു കൊടുത്തത് 2ാമത്തെ പ്രൊഫൈലായി. ആ പുതിയ പ്രൊഫൈൽ അയക്കാൻ മറന്നു, അതാണ് അവിടെ പ്ലേ ചെയ്തത്. ഞാൻ മകേഷ് പറയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ വലിയ സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ളവരൊക്കെ പറയും ഇപ്പം ഇഷ്ടംപോലെ പൈസയല്ലെന്നൊക്കെ. ഞാനൊരു വേദിയിലൊക്കെ നല്ല പൈസ വാങ്ങും. അപ്പോൾ ഞാൻ ദുബായിൽ പോയിട്ട് ഇവിടെ 6 ദിവസം പരിപാടി കഴിഞ്ഞ് ഞാൻ 6 ലക്ഷം രൂപ വാങ്ങി പോക്കറ്റിട്ട് വന്ന ആളാണ്. പിന്നെ രാവിലത്തെ പരിപാടിക്ക് 40,000 വാങ്ങി പോക്കറ്റിട്ട്, ഇവിടുത്തെ പരിപാടിക്ക് ഞാൻ വാങ്ങി പോക്കറ്റിലിടും, ഒരു നാളും ഇല്ലാതെ ഞാൻ പോകും. ഒരു ദിവസം ഒരു 1 lakh മിനിമം ഒരു 80,000 രൂപ പെർ ഡേയിൽ എൻ്റെ വരുമാനമുണ്ട്. എൻ്റെ മാനുവൽ വരുമാനമുണ്ട്. സോഷ്യൽ മീഡിയ വരുമാനം പറഞ്ഞാൽ ഡ്യൂട്ടി ടാക്സ് വേറെ ഉണ്ട്. ഏകദേശം ഇങ്ങനെ ഉണ്ടാക്കി 3 കോടി സംതിങ് രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഞ്ചേരി അവിടെ നമ്മുടെ SBT ബാങ്കിനകത്തുണ്ട്. അത് ഓഡിറ്റബിളാണ്, ട്രാൻസ്പെറൻറ്റബിളാണ്, അത് കണക്കുള്ളതാണ്. ആരോടും കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എൻ്റെ ശബ്ദവും എൻ്റെ പ്രഭാഷണവും എൻ്റെ വായനയും എൻ്റെ പദസമ്പത്തിനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കുമല്ല, എൻ്റെ ആർഭാടം നയിക്കാനൊന്നുമല്ല. 2027-28 മലപ്പുറം ജില്ലയിൽ എനിക്കും മകേഷിനും ഇവിടെ തീർത്തും സൗജന്യമായിട്ട് ഒരു അഡിക്ഷൻ സെൻറ്റർ, സൗജന്യമായിട്ടുള്ള അഡിക്ഷൻ സെൻറ്റർ, ഏറ്റവും ആഡംബര അഡിക്ഷൻ സെൻറ്റർ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അത് ആരുടെയും പൈസ വാങ്ങാതെ
അതും പിരിവ് വാങ്ങാതെ ഒരു തരത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഉണ്ടാക്കണമെന്നുള്ള സത്യസന്ധമായ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഓട്ടത്തിലാണ്. ആ ഓട്ടം വളരെ പെട്ടെന്നാണ്. 2007 5,01,000 രൂപ കൊച്ചി ചിറ്റപ്പള്ളി സാറ് എനിക്കും മകേഷൻ തന്ന പൈസയാണ്. ആ സോഷ്യൽ എക്സലൻ്റ് അവാർഡ് എടുത്തുകൊണ്ടാണ് ഒരു യാത്ര തുടങ്ങിയത്. വളരെ വേഗത്തിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ സംഭാഷണത്തിനകത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് എന്നെ കാണുകയും കേൾക്കുകയും ഷെയറും ഒക്കെ ചെയ്താൽ കുറച്ചും കൂടെ പൈസ കൂടിക്കോളും. അത് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അപേക്ഷ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ പേജുകൾ കാണുകയൊക്കെ ചെയ്യുക എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് എന്നെ ഫിലിപ്പ് മമ്പാട് എന്ന പേരിലേക്ക് എന്നെ പരിവർത്തനം ചെയ്തത്. കാരണം ഞാൻ മഴവിൽ മനോരമയിൽ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ആ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ SMS എനിക്ക് കിട്ടിയത് GCC കൺട്രികളിൽ നിന്നാണ്. 75.5% SMS ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയുള്ളൂ. 4ാം സ്ഥാനത്തേക്ക് ഞാൻ മാറി. കുഴപ്പമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ അവിടുന്ന് പൊതു ഇടങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് സംഭാഷണ വേദികളിലേക്കും പ്രസംഗ വേദികളിലേക്കൊക്കെ വഴിമാറി. കുറച്ചും കൂടെ പുസ്തകങ്ങളെയും കുറച്ച് ആധികാരികമായി മതഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ ശ്രമം നടത്തിയപ്പോഴൊക്കെ മനസ്സിലായി, ഈ മണ്ണിൽ എന്തിനും ഏതിനും പരിഹാരമുണ്ട്. നമ്മളൊന്ന് സാഗൂതം ചില കാര്യങ്ങളെ വീക്ഷിച്ചാൽ മാത്രം മതി. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹാരമുണ്ട്. നോക്ക്, ലോകത്തെ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ആരാന്നറിയാമോ? ഞാനാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഞാനാണ്. ഞാൻ എൻ്റെ വിഷമങ്ങളെ പുറത്ത് കാണിക്കാറൊന്നുമില്ല. പക്ഷേ ആ വിഷമങ്ങളുടെ കൂടെ ഞാൻ സഞ്ചരിക്കാറുമില്ല. ഞാൻ കുറച്ച് ബിലീവ് മൈൻഡുള്ള ആളാണ്. ഇന്നലെ ഞാൻ സത്യത്തിൽ എനിക്ക് വലിയ സങ്കടം തോന്നി. ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ താമസിക്കുന്ന എത്യാദ് ടവേഴ്സ് ഉണ്ട്, 76 നിലകളുള്ള UAE ആ കോൺട്രയാഡ് ആ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ആ ശീതീകരിച്ച മുറിക്കകത്ത് അവിടെ ഫൈൻ വേ ട്രാവൽസിൻ്റെ സാരഥികളുമായിട്ട് ഞാൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ വലിയത്തിൽ അക്ഷരാർത്ഥത്തിൽ എനിക്ക് സങ്കടവും സന്തോഷമൊക്കെ വന്നുപോയി. ഞാൻ എൻ്റെ പ്രതീക്ഷകളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്തിലേക്ക് നടക്കാൻ നമുക്ക് പറ്റുമെന്ന് നമ്മുടെ ജീവിതം നമ്മളെ കാണിച്ചു തന്നതാണ് പലപ്പോഴും. അതിനൊക്കെ ബിലീവ് മൈൻഡാണ്. നമുക്ക് എന്താണ് നമ്മൾ അൾട്ടിമേറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ ദിവസവും നമ്മൾ ബിലീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് നടക്കും തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ബിലീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒതുങ്ങുന്നുണ്ട്. നമ്മുടെ ഉമ്മ ഉപ്പ മക്കൾ പഠനം വീട് കാര്യങ്ങൾ കടങ്ങൾ ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആ ഫോക്കസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് പലപ്പോഴും നമ്മൾ മാനസികമായിട്ടും അതിന് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകരും അല്ലേ? റിസൾട്ട് മക്കളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പം ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തകരും ഡെഫിനറ്റ്ലി. ഞാൻ എല്ലാ വേദിയിലും പറയാറുണ്ട്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്. ഇത് നിങ്ങൾക്ക് എവിടെയും വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരികളല്ല, അത് ഫിലിപ്പ് മമ്പാടിൻ്റെ മാത്രം വരികളാണ്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉരുകേണ്ടത്. അവർക്ക് വേണ്ടി ഉരുകി ജീവിക്കുന്നത് കണ്ട് നിങ്ങളുടെ മക്കൾ വളർന്നാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷമാവും, ഒരു സംശയമില്ല. പക്ഷേ നമ്മുടെ സഹായം വേണ്ട മക്കളുണ്ട്, തീർത്തും നമ്മുടെ സഹായങ്ങൾ വേണ്ട നമ്മുടെ മക്കളുണ്ട്. പ്രിയപ്പെട്ട നജുമുൽക്കെ പോലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ മകളിലേക്ക് വേണ്ടി അദ്ദേഹം ഉരുകുന്നുണ്ട്. ജീവിതം സമർപ്പിക്കപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം അവൾക്ക് ഉപ്പയുടെ പൂർണ്ണമായ സഹായം ഒരുപക്ഷെ ദൈവഹിതം നടക്കുന്നെന്നോ അന്ന് വരെയും ആവശ്യം വരും. പക്ഷെ കാലങ്ങൾ പെട്ടെന്ന് മാറ്റും. ദൈവം വിചാരിച്ച് നടക്കാത്തൊന്നുമില്ല. ആ മകളെ കൊടുത്തിരിക്കുന്നത് എല്ലാവരുടെ കൈകളിലല്ല. ആ മകളെ കൊടുത്തിരിക്കുന്നത് നജ്മുൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ ബെറ്റർ ഓഫ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും ഒരു മകളെ ദൈവം സമ്മാനിച്ചതാണ്. ഞാനൊരു കുഞ്ഞിനെ സമ്മാനിക്കുന്നുണ്ട്, അത് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ മാത്രമാണത് നീ ഭംഗിയായി അവളെ ശുശ്രൂഷിക്കുക പരിലാളിക്കുക എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീ അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നിൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ഞാനൊരു കുഞ്ഞിനെ സമ്മാനിക്കുന്നെന്ന തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. ആ ഹിതമാണ് അദ്ദേഹം ഇന്ന് മകളെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്വർഗം അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയാണ്, എല്ലാവർക്കും നമുക്കെല്ലാം പൂർണ്ണമുള്ള അപൂർണമായ മക്കളെ നമുക്ക് തരില്ല. തന്നാൽ അത് ദൈവത്തിൻ്റെ ചില സ്നേഹ കടാക്ഷങ്ങളാണ്. ഓത്യാസ് പറയുന്നുണ്ട് സ്നേഹ കടാക്ഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളിങ്ങനെയാണ്, ചില സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. ഞാൻ എൻ്റെ സങ്കടങ്ങളെ നോക്കാത്ത വ്യക്തിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണി അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണിയും അനുഭവിച്ച മേരിക്കുട്ടി എന്ന് പറയുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 75 വയസ്സ് പ്രായമുള്ള ഒരമ്മയുടെ മകനാണ് ഞാൻ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ച എൻ്റെ അമ്മയാണ്. എനിക്ക് പോലീസിൽ ജോലി കിട്ടാൻ തന്നെ കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
ഞാൻ PSC ടെസ്റ്റ് എഴുതാൻ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചത് വേറൊന്നുമല്ല, എനിക്ക് ഈ PSC എക്സാമിനകത്ത് 540 2,50,000 പരീക്ഷ എഴുതുന്നു, റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് വന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു കുഞ്ഞ് സ്വർണത്തിൻ്റെ കമ്മൽ വാങ്ങും. എൻ്റെ ജോലി കിട്ടിയാൽ എനിക്ക് ആദ്യം കിട്ടുന്ന ശമ്പളം ഉരുക്ക് കൂട്ടി എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞ് സ്വർണത്തിൻ്റെ മുട്ടുകമ്മൽ വാങ്ങും. ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതാണ്. എക്സാം കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂർ പോയി. പോളിടെക്നിക്ക് കഴിഞ്ഞ് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കോയമ്പത്തൂരിലൊരു ശ്രീരംഗ സലോയ്സ് സെൻറ്റർ എന്ന് പറയുന്ന കമ്പനിയിൽ അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ എക്സാം നടക്കുന്നു. ഇന്നത്തെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ, അന്നത്തെ ഹൈസ്കൂൾ. ഞാൻ ഒരുപാട് വേദികളത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് 6 മാസം കഴിഞ്ഞപ്പം റാങ്ക് ലിസ്റ്റ് വന്നു, എൻ്റെ പേരുണ്ടായിരുന്നു. പോലീസിന് ട്രെയിനിങ് കഴിഞ്ഞു. എൻ്റെ സ്റ്റൈഫൻ്റെ 3 മാസം ഞാൻ കൂട്ടി വെച്ച് വാങ്ങിയ ഒരു കുഞ്ഞ് സ്വർണത്തിൻ്റെ മുട്ട് കമ്മൽ 75 വയസ്സായ എൻ്റെ അമ്മയുടെ കാതിൽ എപ്പോഴും ഉണ്ട്. എൻ്റെ പെങ്ങൾ വന്നിട്ട്, എൻ്റെ അനിയത്തി കാസർഗോഡ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറാണ്. അവൾ ഇടയ്ക്ക് വന്നിട്ട് അത് ഊരാൻ നോക്കും കമ്മൽ. അപ്പോൾ അമ്മ കയറി പിടിക്കുകയൊക്കെ ചെയ്തു, ഊരണ്ട മാറ്റണ്ട എന്ന് പറയും. അമ്മയ്ക്ക് ഇന്നും അത് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയത്തിനകത്തുനിന്ന് പ്രാർത്ഥിച്ചതാണ്, എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ദൈവമേ, എൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമാണ് സ്വർണത്തിൻ്റെ കമ്മലിടുക എന്നുള്ളത്. ഒരു കുഞ്ഞ് സ്വർണത്തിൻ്റെ കമ്മൽ വാങ്ങാൻ എൻ്റെ ജോലി കിട്ടുകയാണെങ്കിൽ അത് ഞാൻ ഉപകാരപ്പെടുത്തും. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതാണ്. ജോലിയൊക്കെ കിട്ടി ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞപ്പം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ, ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളാണ്. എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല. രാത്രി ഒരു 12 മണിക്കാണ് ഞാനവിടെ ചെല്ലുന്നത്. ഓട്ട വന്ന 2 ഷൂവും നരച്ച ഒരു ജീൻസും ഒരു കറുപ്പ് ടീഷർട്ടും ഇട്ടുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി കയറി എടപ്പാൾ വഴി കുറ്റിപ്പുറം വഴി വളാഞ്ചേരിയിലെത്തി ഓർമ്മയുണ്ട്. ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് അതേ സ്കൂളിൽ ഞാൻ എൻ്റെ വീട്ടിനകത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് PSCയുടെ എനിക്ക് ഹാൾ ടിക്കറ്റ് കിട്ടി. ആ സ്കൂളിൻ്റെ പേര് അതിലുണ്ടായിരുന്നു. ഗൂഗിൾ സെർച്ച് ചെയ്തു, പേര് മാറിയിട്ടുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പം ഒരു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞാൻ വണ്ടിയായിട്ട് വളാഞ്ചേരി ഭാഗത്തൂടെ പോകുമ്പം സ്കൂളിൻ്റെ അവിടെ വണ്ടി നിർത്തി. ആ ഗേറ്റൊക്കെ നോക്കി എല്ലാം ഒന്ന് മോടി പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്കൊരു മരത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഒരു മാവ് ഉണ്ടായിരുന്നു. ആ മാവിൻ്റെ മൂട്ടിലാണ് ഞാൻ രാത്രി ഒരു 12 മണിക്ക് കിടന്നത്. അപ്പോൾ കൊതുകടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ചടുത്ത് നോക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു ജനൽ ഇങ്ങനെ ഇളകിയിരിക്കുന്നത് കണ്ട് അടുത്ത് പോയി ആ ജനൽ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി അതിൻ്റെ ഉള്ളിലൂടെ കയറി അകത്ത് 2 ഒപ്പമില്ല 2 ബെഞ്ച് പിടിച്ചിട്ട് കിടന്നുറങ്ങിയ ഓർമ്മയുണ്ട്. ആ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് ഡയറക്ഷനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ പോയിരുന്നപ്പോൾ വല്ലാത്ത സന്തോഷവും സങ്കടവും ഒക്കെ മനസ്സിൽ വന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, അന്ന് 200 രൂപ മാത്രം കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി കയറി വന്ന് രാത്രിയിൽ ആ സ്കൂളിൻ്റെ മുറ്റത്ത് മാവിൻ്റെ ചുവട്ട് കിടന്നതും ക്ലാസ് മുറിക്കകത്ത് കിടന്നതും 8 മണിക്ക് പരീക്ഷ എഴുതാൻ വന്ന ആരോ വന്ന് തട്ടി വിളിച്ച് പരീക്ഷ എഴുതാൻ വന്നതാണോ ചോദിക്കുന്നതും പുറത്ത് പോയി പൈപ്പിൻ്റെ അകത്ത് മുഖം കഴുകിയതുമെല്ലാം ഓർമ്മകളിൽ ഇങ്ങനെ വന്നു. ഇതെല്ലാം ചില ഓർമ്മകളാണ്. നിങ്ങൾക്ക് കുറേ ഓർമ്മകളുണ്ടാവും. നിങ്ങൾ പഠിച്ച അംഗനവാടികൾ, നിങ്ങൾ പഠിച്ച LP സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, ഒറ്റയ്ക്ക് സമയത്തൊക്കെ അവിടെ നിന്ന് പോകണം. നിങ്ങൾ പഠിച്ച ക്ലാസ് മുറിയിലൊക്കെ ഒറ്റയ്ക്കൊന്ന് പോയി ഇരിക്കണം. മഴ പെയ്യുന്ന സമയത്തൊക്കെ വല്ലാത്തൊരു സുഖം കിട്ടും മനസ്സിന്. അങ്ങനെ ഒന്ന് പോയി നോക്കിയാൽ അറിയാം കേട്ടോ. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ 10B ക്ലാസ്സിൻ്റെ പിന്നാമ്പറം ബെഞ്ചിൽ ഒരു മൂലയിൽ ഞാനവിടെ പോയി കുറേ നേരം ഇരുന്നപ്പോൾ ആ ബെഞ്ചുകൾക്കൊന്നും മാറ്റം വന്നിട്ടൊന്നുമില്ല. പക്ഷേ മനസ്സിനകത്ത് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. അതെ, തീർച്ചയായിട്ടും നമ്മളിങ്ങനെ നമ്മളെ നടത്തിയ, നമ്മളെ മുൻപോട്ട് നയിച്ച ചില ഇടങ്ങളുണ്ട്. സങ്കടം വരുമ്പോൾ പോയിരുന്നിടം, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കഴിഞ്ഞൊരു കുട്ടിക്കാലം കഴിഞ്ഞൊരു വീടുകൾ, നമ്മളെ വളർത്തിയവർ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ ജീവിതത്തിനകത്ത് നമ്മളെ മനോഹരമായി നമുക്ക് ഉപദേശങ്ങൾ പറഞ്ഞു തന്നവർ, നമ്മളെ ഇൻസ്പിറേഷൻ ചെയ്തവർ, അവരെയൊക്കെ ഓർക്കുകയും കാണുകയൊക്കെ നമ്മൾ വേണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വീട്ടിൽ ഏതെങ്കിലും ഒരു വലിയ പേപ്പർ ഇതേപോലെ എടുത്തിട്ട് ആ പേപ്പറിനകത്ത് നിങ്ങളുടെ കുടുംബങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് എഴുതി വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ കുടുംബങ്ങളുടെ പേരുകളെല്ലാം നിങ്ങളൊന്ന് എഴുതി വെക്കണം. അച്ഛൻ്റെ അനിയൻ, ജ്യേഷ്ഠൻ, അതേപോലെ ഉമ്മയുടെ ബന്ധുക്കളൊക്കെ എഴുതിയിട്ട് മക്കൾക്ക് ശനിയാഴ്ച ഞായറാഴ്ച ദിവസമൊക്കെ ഫോണൊക്കെ കൊടുത്തിട്ട് പറയണം, ഇവരെയൊക്കെ ഒന്ന് വിളിക്കാൻ പറയണം. ഇവരെയൊക്കെ എന്ന് വിളിച്ചിട്ട് അവസാനം എൻ്റെ മോൻ സംസാരിച്ചിട്ട് എനിക്ക് ഫോൺ തരാൻ പറയണം. ഇന്ന് നമ്മുടെ മക്കളൊന്നും ഇവരെ ഒന്നും നമ്മുടെ മക്കൾ വിളിക്കുന്നില്ല. കാരണം കുട്ടികളെല്ലാം ഇന്ന് തിരക്കിലും ഓട്ടത്തിലും ഒക്കെയാണ് കുട്ടികൾ. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ പലതും ശ്രദ്ധിക്കില്ല. കാരണം കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ജീവിച്ചൊരു കാലഘട്ടം എന്ന് പറയുന്നത് റേഡിയോയ്ക്കകത്ത് ആകാശവാണിയിലെ വാർത്തകൾ വായിക്കുന്നത് പ്രഭാകരൻ, ഇത് കേട്ടിട്ടാണ് നമ്മൾ ജീവിച്ചത്. അന്നൊരു സുഖമുണ്ടായിരുന്നു. അന്ന് ഒരു പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ടെലഗ്രാമാണ് വന്നത്. ടെലഗ്രാം പോസ്റ്റ്മാനെ, ഗ്രാമങ്ങളിലൊക്കെ പോസ്റ്റ്മാനെ കാണാൻ പറ്റും. പോസ്റ്റ് ഓഫീസ് വലിയൊരു സർക്കാർ സ്ഥാപനമാണ്. ഇന്ന് പോസ്റ്റ് ഓഫീസൊക്കെ പിന്തള്ളപ്പെട്ടു പോയി. ഇന്നൊരു പക്ഷേ ടെലഗ്രാമുകളിൽ നിന്ന് നിന്നുപോയി. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ചാണകം മെഴിയ തറകളിൽ നിന്ന് മാറി കാവി മെഴിയ തറയായി, കാവി മെഴിയ തറയിൽ നിന്ന് മൊസൈക്കുള്ള തറ മാറി, മൊസൈക്കുള്ള തറമേന്ന് ഇന്നത്തെ ടൈൽസിലേക്ക് മാറി,
സൂപ്പർ മെറ്റീരിയലൊക്കെ കാലം മാറി 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 വന്നു. അപ്പോൾ അതിനനുസരിച്ച് മേൽക്കൂരകളൊക്കെ മാറി, അല്ലേ? പുല്ലിൽ നിന്ന് മാറി, ഓലയിൽ നിന്ന് മാറി, അങ്ങനെ ഓടിൽ നിന്ന് മാറി, ഷീറ്റിൽ നിന്ന് മാറി, കോൺക്രീറ്റിൽ നിന്ന് മാറി, ജിപ്സിൽ നിന്ന് മാറി. ഇന്ന് വൈബ്ലോർ എന്ന് പറയുന്ന ആധുനിക സംവിധാനത്തിലേക്കൊക്കെ ഇന്ന് നമ്മുടെ കൺസ്ട്രക്ഷനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതനുസരിച്ച് നമ്മൾ ആ കാലഘട്ടത്തിലുള്ള നമ്മളിപ്പോഴും ഇവിടെ ഉണ്ട്. 70-60 വയസ്സായ നമ്മളുണ്ട്. പക്ഷേ നമുക്ക് ശരീരത്തിന് ബയോളജിക്കൽ ഏജും നമുക്ക് കോൺക്രീറ്റ് ഏജും നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മൈൻഡിന് ചിലപ്പോൾ ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ കുട്ടികൾ, ഈ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളാണ്. നമ്മൾ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ജനിച്ച നമ്മൾ ഒരുപക്ഷെ ഒരു പേന ഉപയോഗിച്ച്, ഒരു ഷർട്ടും പാൻറ്റും മാത്രം ഉപയോഗിച്ച്, കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. നമ്മൾ അതിജീവനം നടത്തിയവരാണ്. ആ കാര്യങ്ങളൊക്കെ ഇപ്പം ആ മുകളിലൊക്കെ ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയിട്ട് ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാൻ ഒരു ഷർട്ട് മാത്രം നനഞ്ഞത് ഈറിനണിഞ്ഞിട്ട് അത് ഇട്ടിട്ട് എൻ്റെ അനിയൻ പോയത്, ഞാൻ ചേമ്പര് തലയിൽ വെച്ച് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്, ഒരു പേന മാത്രം ഞാൻ 6 മാസം ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കൾ കേൾക്കുമോ? കുട്ടികളിപ്പോൾ പേന എഴുതുമ്പോൾ ഇതിൻ്റെ ടോപ്പ് നിലത്ത് വീണാൽ ഒന്ന് ജസ്റ്റ് കുനിഞ്ഞു നോക്കും, ടോപ്പ് എവിടെയെന്ന് കണ്ടിട്ടില്ലെങ്കിൽ പേന ഒറ്റ ഇറങ്ങിട്ട് പറയും, ഇപ്പം എന്ന് പറയും. അത്രയേ ഉള്ളൂ. നമ്മൾ പണ്ടൊരു കുട, മഴക്കാലത്തൊക്കെ കുട നന്നാക്കാൻ വേണ്ടി കടലുണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കവലകളിലെല്ലാം കുട നന്നാക്കുന്ന ആൾക്കാരെ കാണാം. ബാപ്പാൻ്റെ കുട 3-4 വർഷം കുട ഉപയോഗിച്ച ആളുകളുണ്ട് ഇവിടെ. എൻ്റെ അച്ഛൻ 5-6 വർഷം ഉപയോഗിച്ച കുടയുണ്ട് വീട്ടിൽ ഇപ്പോഴും, കാലം കുട. അത് നൂൽക്കമ്പിയിട്ട് കിട്ടും പുറത്തു കൊണ്ട് കൊടുത്താൽ. ഇന്ന് നമ്മുടെ മക്കൾ കുട ഉപയോഗിക്കുമോ? പുതിയ കുട അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അപ്പത്ര വലിച്ചെറിയും. 1-2 കുടയൊക്കെയാണ് മക്കൾക്ക്. ആ കാലഘട്ടത്തിൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് മല്ലിപ്പൊടി, മുളക് പൊടി, കാന്താരി, പരിപ്പ്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു 1 സ്പൂണ് ഉപ്പ്, 1 ഗ്ലാസ് പഞ്ചസാര വാങ്ങിയിട്ടുണ്ട് നമ്മൾ. എൻ്റെ അമ്മ വാങ്ങിയിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട്. എൻ്റെ അമ്മ വിളിച്ച് പറയും, ശാന്തേ എടി ഒരു 2 തക്കാളി അതേ പറയും. പഞ്ചസാര വാങ്ങുന്നത് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ്. പഞ്ചസാര ഇങ്ങനെ കൂമ്പാരം കുട്ടി വെക്കും പഞ്ചസാര. ഞാനാ കൊണ്ട് കൊടുക്കുക, പോണ വഴിക്ക് എടുത്ത് ഇങ്ങനെ നക്കുകയൊക്കെ ചെയ്യും. ഇന്ന് കൊടുക്കലില്ലല്ലോ, ആവശ്യമല്ല. നമ്മൾ അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ആവശ്യമല്ല, നമുക്ക് അയൽവാസിയെ കൊണ്ട് ആവശ്യമല്ല, നമുക്കെല്ലാം ഉണ്ട്. ഇന്ന് നമ്മളെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ ഒരു 10 പേർക്ക് ഇതിലുള്ള സാധനം ഫ്രിഡ്ജിനകത്തുണ്ടാവും. നിങ്ങളുടെ മക്കളുടെ ചെരുപ്പുകളും വസ്ത്രങ്ങളും എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോറി പിടിക്കേണ്ടി വരും എടുത്ത് കയറ്റി കൊണ്ടുപോകണമെങ്കിൽ. അന്ന് ഒരു വീട്, ഒറ്റ വീട്, ഒരു പ്രധാന ഹാള്, അച്ഛനും അമ്മയും കിടക്കുന്ന സ്ഥലം. അവിടെ രാവിലെ അമ്മ അച്ഛൻ എഴുന്നേക്കുന്നൊക്കെ അറിയാൻ പറ്റും. എടാ എഴുന്നേക്കണം എന്ന് പറഞ്ഞ് കാലിൽ തട്ടും അച്ഛൻ, ഉപ്പ. ഇന്ന് നല്ല അപ്സ്റ്റോറൊക്കെയാണ്, നമുക്ക് വരുമാനമൊക്കെ കൂടി നല്ല വലിയ മണിമാളിയൊക്കെയാണ്, നല്ല പുതിയ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡോറൊക്കെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തേക്കണത്. നല്ല ഓടാമ്പലൊക്കെ അങ്ങനെ കുറ്റിയിട്ടാൽ ആന ചവിട്ടിയാൽ പൊളിയില്ല. വലിയ മൊബൈലുമായിട്ട് മക്കൾ അല്ലേ 12-1 മണിക്കൊക്കെ ഭക്ഷണം നിന്ന് പല്ലേ കുത്തി ഈ സാധനം എടുത്ത് അകത്ത് കയറി ഉറക്കെല്ലാം ഇങ്ങനെ അക്കളുകൾ തോണ്ടിക്കൊണ്ടിരിക്കും. ഉമ്മ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് ഓൺലൈൻ കാണാൻ പറ്റുമോ? കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ ഐഡികൾ സ്വായത്തമാക്കിയ മക്കൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആരുങ്ങളെ പറ്റിക്കും അല്ലേ? അപ്പം നമ്മൾ ഭക്ഷണം കളിക്കാനൊക്കെ ഇങ്ങനെ വിളിക്കും, ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിക്കും. ഒരു ഉമ്മ പറയും, സാറേ അവനെ വിളിച്ചാൽ വരുന്നില്ല. ഞാനിങ്ങനെ തലങ്ങനെ താത്തി നോക്കുമ്പോൾ ഡോറിൻ്റെ അടിയിൽ നിന്ന് വെട്ടങ്ങനെ കാണാം. നേരം വിളിക്കടവരെ എൻ്റെ കുട്ടി ഉറങ്ങൂല. രാവിലെ 11-12 മണിക്ക് എൻ്റെ കുട്ടി ഉറങ്ങണം. ഞാൻ എന്താ കാട്ടുക? അവൻ്റെ ബാപ്പ എന്നെ വിളിച്ചാൽ തെറി വരണേ സാറേ, അവിടെ നിന്ന് ഇങ്ങനെ തെറി പറയും. എനിക്കൊക്കെ തീറ്റ കൂടിയിട്ടാണ്, പൈസ കൂടിയിട്ടാണ്, ദുൽമാണ്, എന്നെ ഇങ്ങനെ തെറി പറയും സാറേ. ഞാനെല്ലാം സഹിക്കും. ഞാൻ ആരോടാ പറയാം? ഉമ്മ പറയാം. അവൻ്റെ ബാപ്പനോട് പറയാൻ പറ്റില്ല സാറേ, ചെറിയൊരു ചൂടനാണ്, മാത്രമല്ല പാവമാണ്, കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ മനസ്സിനാണ് അല്ലേ? മണലിൽ പോയി പണിയെടുക്കുന്ന മനുഷ്യന് അവിടെ ശുഷ്കിച്ച് ജീവിക്കുക. അന്നേരം നാടിൻ്റെ സന്തോഷവും മക്കളുടെ സന്തോഷവും എല്ലാം ഇങ്ങനെ ഉള്ളിൽ സ്വപ്നം കണ്ടിട്ട് എന്ത് പറഞ്ഞാലും മനുഷ്യൻ കടം വാങ്ങി നാട്ടോട്ട് അയച്ചു വരും. പ്രവാസ ലോകത്തുനിന്ന് ഓരോ പ്രവാസി അങ്ങനെയാണ്. ഞാൻ ഏകദേശം GCC കൺട്രിയിൽ ഒരു 100ഓളം വട്ടം പോയി വന്നിട്ടൊരാളാണ്. പല സുഹൃത്തുക്കളുടെയും വീടുകൾ ഞാൻ റൂമൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം, അവിടുത്തെ കോഴിക്കറിയും പരിപ്പേറിയും അച്ചാറും ആ മീൻ അത് മതി, ആ കുബൂസൊക്കെ രസമാണെന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ ഇടയിലൊക്കെ പോയി കിടക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നവർ പോകുന്നവർ 2-3 കട്ടിലിൽ അടിയിൽ കിടക്കണം, ഒച്ച ഉണ്ടാക്കാൻ പാടില്ല, പതുക്കെ എഴുന്നേക്കണം, ബാത്റൂം പോകുമ്പോൾ വെള്ളം ഒഴിക്കണം, അടുത്ത് കേൾക്കാൻ പാടില്ല. ഭയങ്കര രസമാണ്, ഭയങ്കര നൊസ്റ്റോളജിയാണ് അതൊക്കെ. അതിനിടയിൽ പരിമിത സൗകര്യം. പക്ഷേ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അവിടെ നോക്കുമ്പോൾ പലരും ഇട്ടിരിക്കുന്നതൊക്കെ ആഡംബരങ്ങളൊന്നും അല്ല. ചെരുപ്പൊക്കെ നരച്ചതും തേഞ്ഞതും വസ്ത്രങ്ങളൊക്കെ 1-2 വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ സുഗന്ധലേപനങ്ങളെല്ലാം പുരട്ടി 2-3 മാക്സിമം ആ പാക്കിങ്. എനിക്കിപ്പോഴും അൻസാർക്കിനെ ഞാൻ മറന്നു പോകില്ല. നാട്ടോട്ട് വരുമ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം ആ കാഡ്ബോർഡ് വാങ്ങാൻ വേണ്ടിയിട്ട്
എനിക്ക് അജ്മാനിൽ എൻ്റെ കൂടെ ഞങ്ങൾ വന്നിട്ട് കാഡ്ബോർഡൊക്കെ വാങ്ങി ആ സ്റ്റിക്കറൊക്കെ വാങ്ങി പോയിട്ട് ഇതിങ്ങനെ വെക്കും, ത്രാസിലിങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ തൂക്കം ഇങ്ങനെ കൂടും ത്രാസിൽ വെക്കുമ്പോൾ. എന്നിട്ട് ആ മനുഷ്യന് ഏതാ മാറ്റേണ്ടതെന്നറിയില്ല. സോപ്പ് മാറ്റി വെക്കും, എന്നിട്ട് അങ്ങോട്ട് പേസ്റ്റ് മാറ്റി വെക്കും, പിന്നെ എടുത്ത് അകത്തേക്കൊക്കെ സ്പ്രേ കുപ്പി മാറ്റി വെക്കും, എന്നിട്ട് ഇങ്ങനെ തൂക്കും കുറേ നേരം. എന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പോൾ 200 ഗ്രാം കുഴപ്പമില്ല, വേണ്ട പൊളിക്കേണ്ടി. ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോഴൊക്കെ മനസ്സിൽ വിഷമമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ്, ഓരോരുത്തർക്കും, ഉമ്മയ്ക്കും അനിയത്തിക്കും മക്കൾക്കും സ്വന്തത്തിനും ഉറ്റവർക്കും ഒക്കെ ഓരോന്ന് വാങ്ങി 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 ആ പെട്ടിക്കകത്ത് ഇങ്ങനെ വെച്ച് അത് ഒട്ടിച്ച് ആ മനുഷ്യൻ്റെ മനസ്സാണ്. പക്ഷെ നമ്മുടെ മക്കൾ പലപ്പോഴും ഒന്നും കാണാറില്ല. പലപ്പോഴും കുട്ടികൾ അല്ലേ, മക്കൾ പലപ്പോഴും കാണാറില്ല. അവിടുത്തെ ജീവിതമൊക്കെ പോയി കാണുമ്പോഴൊക്കെ വലിയ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നിവിടെ കെട്ടി ഉയർത്തി പൊക്കിയത് മുഴുവനും മണ്ണിലൊരുവൻ ഒരുകി ജീവിപ്പിച്ചതല്ലേ അല്ലേ, ശരിക്കും ഒരു ജീവിച്ചതല്ലേ. പക്ഷെ പലപ്പോഴും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയുന്നില്ല. കാരണം പട്ടിണിയും പരിവട്ടങ്ങളൊന്നും നമ്മുടെ മക്കളെന്ന് അറിയുന്നില്ല. അവർക്ക് എല്ലാ സാധനങ്ങളും എല്ലാം അവർക്കുണ്ട്. അപ്പം ഇക്ക നമുക്ക് ഇരിക്കാം, നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ സന്തോഷമായി. മിക്ക ഇവിടെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ സന്തോഷമായി. ഇരുന്നാൽ മറ്റേ എനിക്ക് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്ലോ പോകുകയും ചെയ്യും. നിങ്ങളെന്തോ എനിക്ക് വിഷമമാകും. ഇരുന്ന വലിയ സന്തോഷം. കസേര ഇഷ്ടം പോലെ ഉണ്ട് കസേര. അപ്പം കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ സംഭാഷണത്തിൻ്റെ ഇടയിലേ നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റൊർക്ക് സംസാരിക്കാൻ തോന്നും. അപ്പോൾ എൻ്റെ കൂടെ ഫ്ലോ പോയി പോകും. അതുകൊണ്ട് വേറൊന്നും കരുതൊന്നും വേണ്ട. ഓക്കെ. അപ്പോൾ പ്രവാസ ലോകത്ത് ഓരോ മനുഷ്യനും അങ്ങനെയാണല്ലോ അല്ലേ. പക്ഷെ പലപ്പോഴും നമ്മുടെ മക്കൾ, ഈ കാലഘട്ടത്തിലെ മക്കൾ അറിയുന്നില്ല. ഇവിടെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. നിങ്ങളെല്ലാം നല്ല രീതിയിൽ കുടുംബ പശ്ചാത്തലവും സാമൂഹ്യ സാഹചര്യങ്ങളും ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. പക്ഷെ പലപ്പോഴും ഇതിനകത്തുനിന്ന് പരിപൂർണമായിട്ട് നിങ്ങൾ അൾട്ടിമേറ്റ് സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പം അടുത്ത് ഈ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പുതിയ അസൈൻമെൻറ്റ് കണ്ടു. ഡോക്ടർ ദീപക് ചോപ്രയുടെ അസൈൻമെൻറ്റാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ വയസ്സിനെ ഒന്ന് പറയണം. നിങ്ങളുടെ വയസ്സിനെ. ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ പാസ്പോർട്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും പാസ്പോർട്ടുണ്ട്, എല്ലാവർക്കും ആധാർ കാർഡുണ്ട്. എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ ആധാർ കാർഡിലും എൻ്റെ വയസ്സ് 49 ആണ്, 49 എൻ്റെ വയസ്സ് ഏജ്. അതെൻ്റെ ക്രോണിക്കൽ ഏജാണ് 49. ഇനി ബയോളജിക്കൽ ഏജ് ഉണ്ട്. ബയോളജിക്കൽ ഏജ് എൻ്റെത് 56 ആണ്. 56 വയസ്സായി ഞാൻ. ഓരോ ഏജ് നോക്കിക്കോണം. ഷാരൂഖ് ഖാൻ വയസ്സ് 69 ക്രോണിക്കൽ ഏജ്. പക്ഷേ അതിൻ്റെ ബയോളജിക്കൽ ഏജ് 37 37. ഷാരൂഖ് ഖാൻ 37 വയസ്സിലാണ് ഷാരൂഖ് ഖാൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ നിൽക്കുന്നത് ഇപ്പോഴും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ നോക്കണം. ഈ 10ൽ 3 പേര് മരിക്കുന്നുണ്ട്. ഉറക്കത്തിൽ, നടത്തത്തിൽ, ഇരുത്തൽ, കാർഡിയോ അറസ്റ്റ്, സൈലന്റ് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ രൂപഭാവം കണ്ടിട്ട് വയസ്സിനെ നിജപ്പെടുത്തൊന്നും വേണ്ട. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ 60 വയസ്സായെങ്കിൽ കളിയാക്കൊന്നും വേണ്ട. ആ 60 വയസ്സായ ആൾ 110 വയസ്സിന് ജീവിക്കും. ഇപ്പം ആയുർദൈർഘ്യം കൂടി. ഇപ്പം എല്ലാവരും മരിക്കണം 50 വയസ്സുകാർ മരിച്ചുകൊണ്ടിരിക്കുക, 50-55 മരിച്ചുകൊണ്ടിരിക്കുക. അറ്റാക്ക് കൂടിക്കൂടി വരികയാണ്. കാര്യം എന്താ? ഇൻറ്റേർണൽ ഓർഗൻസ് പരിശോധിക്കണില്ല. ഹൃദയം എവിടെ നിൽക്കുന്നു, കിഡ്നിയുടെ ഫങ്ഷൻസ് എവിടെ നിൽക്കുന്നു, സ്ട്രെസ് എവിടെ നിൽക്കുന്നു, നമ്മുടെ പാൻക്രിയാസ് എവിടെ നിൽക്കുന്നു, പഞ്ചസാര എത്രമാത്രം കൊടുക്കുന്നുണ്ട്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി എത്രമാത്രം ഫങ്ഷൻ നടന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെല്ലാം പ്രവർത്തനം ഒരു ദിവസം പണിമുടക്കും. കിടന്നുറങ്ങണ സമയത്ത് ഒരു 4 മണി വരെ കഴിച്ച ബിരിയാണിയൊക്കെ അങ്ങോട്ട് വർക്ക് ചെയ്ത് ഒരു 4:30 മണിയാകുമ്പോൾ ഞാൻ പിടുത്തം വിട്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയും. അപ്പോൾ 2 തുള്ളി ചോര അങ്ങോട്ട് ഒഴുകി വരും മൂക്കിലൂടെ. ചെറിയൊരു ഷിവറിങ് ഉണ്ടാവും. ഇങ്ങനെ കഴിഞ്ഞു, സൈലൻ്റായി. അപ്പം കാര്യം എന്താ? 40 തെങ്ങ് കയറുന്ന ആളാ. ചുങ്കത്തറക്കാരനായ ശ്രീരാമേട്ടൻ ഡെയിലി 40 തെങ്ങ് കയറും. 51-ാം ദിവസം മരിച്ചുപോയി. മദ്യപാനമില്ല, പുകവലിയില്ല, ഒന്നുമില്ല. ഹെൽത്തി ബോഡിയാണ്. ഫിസിക്കൽ ഔട്ട്ലെറ്റ് ഫിസിക്കൽ പവർഫുള്ളായിരുന്നു. 10-12 ചായ കുടിക്കും പുള്ളി ഡെയിലി. നല്ല മധുരത്തിലാണ് കുടിക്കുക. ഭക്ഷണം കഴിക്കൂലായിരുന്നു സമയത്തിന്. നോക്കണം, ആരോഗ്യം പ്രത്യക്ഷത്തിലുണ്ട്. 6 പാക്ക് മസിൽസ് ഒക്കെ ഉണ്ട്. എല്ലാവരും പറഞ്ഞു, ഓനിപ്പോൾ എന്താടാ വലിച്ചിട്ടാ കുടിച്ചിട്ടാ? നോക്കിയാൽ അവൻ്റെ കാലേ ഹൈഷ്. കാര്യം എന്താ? ബയോളജിക്കൽ ഏജ് നമ്മൾ ഇന്ന് ആരും നോക്കണം. നോക്കിയവരൊക്കെ രക്ഷപ്പെടും ഡെഫിനറ്റ്ലി. ഈ ബയോളജിക്കൽ ഏജ് കൃത്യമായിട്ട് നമുക്ക് ഇന്ന് എല്ലാത്ത സമയത്താണ്. കണ്ണിന് സ്പെഷ്യൽ ഹോസ്പിറ്റലുണ്ട്. പഴയ ഒരു 50 വർഷം മുമ്പ് നമുക്ക് കണ്ണാശുപത്രി ഉണ്ടോ? ഇല്ല.
മുട്ടിന് ആശുപത്രി ഉണ്ട്, ഇല്ല. പ്രസവത്തിന് ആശുപത്രി ഉണ്ട്, ഇല്ല. എല്ലാം ഒരു ആശുപത്രിയാണ്. എല്ലാത്തിനും ഒരു മരുന്നോ, ചുമക്കുള്ളൊരു മരുന്ന്, അതിനൊരു മരുന്ന്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പം എല്ലാത്തിനും മരുന്നുണ്ട്. നമുക്ക് കണ്ണിന് പ്രത്യേക ആശുപത്രി, തലയ്ക്ക് വേറെ ആശുപത്രി, കാർഡിയോയ്ക്ക് വേറെ, കോഴിക്കോടൊക്കെ ഓരോ സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ, മത്സരിക്കുക ആശുപത്രികൾ, മുട്ടുമാറ്റി വയ്ക്കാൻ വേറെ ആശുപത്രി, പ്രസവത്തിന് മാത്രം വേറെ ഹോസ്പിറ്റലുകൾ, വേദന ഇല്ലാതെ നിങ്ങളെ പ്രസവിച്ചാൽ അങ്ങോട്ട് പോന്നോളി എന്ന് പറയുന്ന ആശുപത്രികൾ. അങ്ങനെ പല രീതിയിലും ആതുര സേവന മേഖലകൾ നമ്മളിങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്നറിയാമോ? മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഉള്ളത്. അതും ഒരു പ്രത്യേക ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ്. 11ഓളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ലക്ഷക്കണക്കിന് നേഴ്സും ഡോക്ടേഴ്സും വർക്ക് ചെയ്യുന്നൊരു ഏരിയ. ഏറ്റവും കൂടുതൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുള്ള ഏരിയ എവിടെയാണെന്ന് അറിയാമോ? മലപ്പുറത്ത് ഈ പറഞ്ഞ പെരിന്തൽമണ്ണയിലാണ്. ഏത് ഹോട്ടലിട്ടാലും വിജയിക്കും. കാര്യം ഇത്രയും ഹോസ്പിറ്റൽ ആളുകൾ മൊത്തം റീഫ്രഷിന് വേണ്ടി വരുന്ന സ്ഥലമാണ് ഈ പെരിന്തൽമണ്ണ ഏരിയ. അവിടെ പേര് തന്നെ ഉണ്ട്, തീറ്റമുക്ക് എന്നാണ് പേര്. തീറ്റമുക്ക്. തിന്നാനും മുക്കാനായിട്ട് വരിക കുറേ ആൾക്കാർ. 2 മണിക്കും തിന്നുന്ന ആൾക്കാരെ കാണാം, കടിച്ച് വലിച്ചു. അത് വെയിറ്റർ ചോദിക്കും, ലൈംസ്, മാംഗോ ജ്യൂസ്, എനിത്തിങ്സ് പറയും. ഒരു ലൈം ജ്യൂസ് പോയിട്ട് മാംഗോ ജ്യൂസ് പോയിട്ട് 2 മണിക്ക്. ഒരാവശ്യമില്ല, വെറുതെ. അപ്പം അങ്ങനെ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ മാറി. വഴിക്കടവ് മൊട്ട് യാത്ര ചെയ്ത് മലപ്പുറം വരെ വന്നപ്പോൾ 71 കുഴിമന്തിക്കട ഇവൻ വരച്ചു പേപ്പറിൽ, ഈ മകേഷ്. വെറുതെ രസത്തിന്. ഞങ്ങൾ ഗൂഡല്ലൂരിൽ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവിടെ സെൻറ്റ് മേരീസ് കോളേജിൽ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനിത് സംസാരിച്ചപ്പോൾ ഇവൻ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ഫംഗ്ഷനൊക്കെ പോയി രാത്രിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ പറയും ഫുഡ് ഞങ്ങൾക്ക് പറ്റില്ല അറിയും. രാത്രി 12 മഹലിലൊക്കെ പോയി കഴിഞ്ഞാൽ 9-10 മണിക്ക് ഈ പ്രഭാഷണം കഴിയും, കാസർഗോഡ് ഒക്കെ. അത് കഴിഞ്ഞ് വീട്ടുകാർ പോയാൽ എല്ലാ ഭക്ഷണം ഒരുക്കി വെക്കും അവരോടെ. അഡ്വാൻസ് ആയിട്ട് പറയും ഒന്നും ഭക്ഷണം ഉണ്ടാക്കരുതെന്ന്. വല്ല പപ്പായ ജ്യൂസ് എന്തെങ്കിലും തന്നാൽ മതി, വണ്ടി തന്നാൽ മതി, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളാം, രാവിലെ പരിപാടി ഡ്യൂട്ടി ഒക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെ പറയും. അപ്പോൾ ഈ വഴിക്കടവെന്ന് ഇറങ്ങിയിട്ട് നാടുകാണി ഇറങ്ങിയപ്പോൾ മകേഷ് പേപ്പറിനകത്ത് വരച്ചിട്ട് മലപ്പുറം KSRTC, അതായത് നമ്മുടെ നവോദയ സ്കൂളുണ്ട് മലപ്പുറം സ്കൂളിൽ, ആ ഫംഗ്ഷനിലേക്ക് എത്തണം വൈകുന്നേരം 4 മണിക്ക്. അവിടെ വരെ 71 കുഴിമന്തിക്കട റൈറ്റ് സൈഡിൽ ഇരുന്നിട്ട് ഇവൻ എണ്ണി വരച്ചു. 71 കുഴിമന്തിക്കട. ഇതെല്ലാം തുറക്കണത് വൈകുന്നേരം 3 മണിക്ക് ശേഷം. പഴയ തലമുറയുണ്ട്. ആ തലമുറ മില്ലേനിയം ജനറേഷനാണ്. എന്താ പ്രത്യേകത? എന്താ? അന്ത്യത്താഴം അത്തിപ്പഴമേ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭക്ഷണം നിർത്തണമെന്ന് പഴയ തലമുറ വിഭാവനം ചെയ്തൊരു കൺസെപ്റ്റ് മാറിപ്പോയി. അവർ അന്ത്യത്താഴം അത്തിപ്പഴം അത്രേ കഴിക്കുകയുള്ളൂ. അതും വാട്ടർ കണ്ടറിലെ ഫുഡാണ് കഴിക്കുക. കഞ്ഞിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മത്സ്യമാംസങ്ങളൊക്കെ മാറ്റി വെച്ച് ഹാർഡ് ഫുഡ് മാറ്റിയിട്ട് സോഫ്റ്റ് ഫുഡ് വൈകുന്നേരം 6 മണിക്ക് തലമുറകളൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി 4-4:30 മണിക്ക് സുഖമായിട്ട് എഴുന്നേക്കും. ആ ദിവസം മൊത്തം ഒരു പവർഫുള്ളാണ്. പിന്നെ നോക്ക്, ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളാരും ബോധവൽക്കരണം നടത്താൻ വന്നതല്ല ഞാൻ. ഒറ്റ കാര്യമുള്ളൂ. ഈ ഇങ്ങനത്തെ ഒരു സംഭാഷണം നടത്തിയുകൊണ്ട് എനിക്ക് 2 കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എത്രയും പേരുണ്ട്. നിങ്ങൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു വർത്തമാനം പറയാൻ പോട്ടെ. എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറൊന്നുമില്ല. എനിക്കിങ്ങനെ തോന്നി, ഇങ്ങനെ പറയണം, അങ്ങനെ പറയുകയാണ്. നിങ്ങളുടെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു തരാം. ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയോ? ലഹരി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? മക്കളുടെ പരിപാടി ഉണ്ട് അല്ലേ? ഓക്കെ, നന്നായി. ഇപ്പം മാറിത്തരാം അങ്കിള്, പറഞ്ഞ കേട്ടോ. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ നിങ്ങളത് കാണാനായിരിക്കും എനിക്കറിയാം. ഇനി ഞാൻ പ്രസംഗിക്കാന്ന് പറയാം ഏറ്റവും വലിയ പ്രസവമൊക്കെ വേദനയൊക്കെ വലിയ വേദനയാണ് പ്രസംഗിക്കാറുണ്ട് അല്ലേ? കുട്ടികളുടെ പരിപാടി അതാണ് നമ്മൾ കണ്ട്. ഐ അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. സോ വിത്തിൻ 5 minutes ഐ വിൽ ക്ലോസ് യുവർ സ്പീച്ച്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ കേട്ടോണേ. ഈ പഞ്ചസാരയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാര്യം പറയാം. ലോകത്തെ ഏറ്റവും വലിയ ലഹരി എന്ന് വെച്ചാൽ ഭക്ഷണമാണ്. ഭക്ഷണം. അതിനെ ഏതൊരുവൻ നിയന്ത്രിക്കാൻ പറ്റുന്നു അവരെല്ലാം രക്ഷപ്പെടും, സംശയമില്ല. ചായ കുടിക്കാത്ത എത്ര പേരുണ്ട്? ചായ കുടിക്കുന്ന എത്ര പേരുണ്ട്? ചായ കുടിക്കണേ. കുടിക്കാത്തവർ കൈവ. കുടിക്കാത്തവർ ഹൗ മെനി പീപ്പിൾ ദർ ആർ സിറ്റിംഗ് ഹിയർ? ചായ കുടിക്കാത്തവർ 1 2 3 4 and 5. ഓക്കെ, 5 പേര് ചായ കുടിക്കാത്തവർ ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. അപ്പം ഈ ഇവിടെ ഇരിക്കുന്ന നമ്മളെ KGM ഈ ഗൾഫ് കുടുംബ സംഗമത്തിനകത്ത് പ്രവാസി കുടുംബ സംഘം ഞാൻ ചോദിക്കുകയാണ്. 5 പേര് ചായ കുടിക്കാത്തവർ. ബാക്കി എല്ലാവരും ചായ കുടിക്കും. ഞാനും കുടിക്കും, മകേഷും കുടിക്കും. ഈ ചായയുടെ അഡിക്ഷൻ എത്രയെന്ന് അറിയാമോ? നോക്കിക്കോണേ. 10% ചായയിലുള്ള അഡിക്ഷൻ. ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട്. എന്താ സ്വാധീനിക്കണത്? കൊഫീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 10% ഉള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ, 10%. ഇനി അടുത്ത് കേട്ടോ, സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സിഗരറ്റിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് നിക്കോട്ടിൻ്റെ അഡിക്ഷൻ 200 ആണ്. 200%. ചായ 10, സിഗരറ്റ് 200,
ദെൻ ആൽക്കഹോൾ, മദ്യം 800 to 1500, 800 മുതൽ 1500 വരെ ബ്രെയിനിനെ മദ്യം സ്വാധീനിക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് കേൾക്കണോ? ഹാൻഡ്സ്, കൂൾ, സ്റ്റിക്കർ ആൻഡ് കഞ്ച 2000 to 3000, 2000 മുതൽ 3000 വരെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് കേട്ടോണം. അടുത്ത സ്റ്റെപ്പ് കേട്ടോ. അതായത് 17 തരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, ഈവൻ MDMA ഇൻക്ലൂഡ് MDMA 3000 to 6000, 3000 മുതൽ 6000 വരെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. MDMA, പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷ് ഹെറോയിൻ പോലുള്ള അതിതീവ്രമായ എക്ടസി, മാൻഡി, 3,4 മെത്തലിൻ ഡയോക്സി, മെത്താംഫെറ്റമിൻ പോലുള്ള അതിതീവ്രമായ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഒരു മനുഷ്യൻ്റെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നതിൻ്റെ അറ്റ് ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ ആണ് 3000 to 6000. അപ്പോൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. ചായ 10% ഉള്ള ഒരു വീട് ഉണരുന്നത്, അടുപ്പ് കത്തിക്കുന്നത് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീട്ടിലെ 10 പേരുണ്ടെങ്കിൽ 10 പേരും ചായ കുടിക്കും. ആ ചായ നിർത്താൻ നമുക്ക് പറ്റണില്ല. ആ ചായയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് 10%. സിഗരറ്റ് 200%. അപ്പൊ എങ്ങനെയാ 30 വർഷം പുകവലിച്ച ഒരാളുടെ സിഗരറ്റ് വലി, ഒരു അമ്മ കരഞ്ഞാൽ, ഒരു ഭാര്യ കരഞ്ഞാൽ, പിണങ്ങിയാൽ മാറിക്കിടന്നാൽ തൊടണ്ട, പൊയ്ക്കോ നിങ്ങളിടുന്നു, എന്നെ തൊടാൻ വന്നിക്കണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് നിർത്തുവോ? വിശ്വസിക്കണ്ട, പറ്റില്ല. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, വേളാങ്കണ്ണിക്കൊക്കെ ക്രിസ്ത്യാനിയാണെങ്കിൽ എല്ലാം നേർച്ചക്കെടുക്കും, അങ്ങ് വേളാങ്കണ്ണി പോകും, തിരിച്ചു വരും. വേളാങ്കണ്ണി പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇവിടുന്ന് പോകുമ്പോൾ 30-40 ദിവസമൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ തിരിച്ചു വന്നാൽ പിന്നെ ജൂലിയസ് സീസറാ. ശബരിമലയ്ക്ക് മാലയിടും, നന്നായിട്ട് ശരണം വിളിക്കും. അങ്ങോട്ട് 40 ദിവസം മണ്ഡലം കഴിഞ്ഞിട്ട് അവിടെ ശബരിമല പോയി വന്ന് മാല ഊരിയാൽ പിന്നെ അയ്യപ്പനും കോശിയാ. കാര്യം എന്താ? 800 മുതൽ 1500 വരെ ഈ ബ്രെയിനിനെ ആൽക്കഹോൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആരെങ്കിലും നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുന്ന നമ്മൾ ബന്ധത്തിൽ, കുടുംബത്തിൽ ഉറ്റവർ, ഉടയവർ മദ്യം അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന, കഞ്ചാവ് ഉപയോഗിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തരുത്, പരിഹസിക്കരുത്, മാറ്റി നിർത്തരുത്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ഏറെ നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം, ഒരു മൈൻഡ് ട്യൂണിങ് ഞാനും മകേഷും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 750ഓളം പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലാണ് ഗിന്നസ് ബുക്കിൽ എൻ്റെ മകേഷിൻ്റെ പേരുകൾ എഴുതി ചേർത്തത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു അവസരം നിങ്ങൾ തന്നാൽ, ഒരു സാമ്പത്തിക ചെലവ് നിങ്ങൾക്ക് വേണ്ട, ഒരു 2 മണിക്കൂർ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഡെഫിനറ്റ്ലി ആ മനുഷ്യനിലൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഏറ്റവും വലിയ തെളിവ്, മകേഷ് ചിത്രം വരച്ചുകൊണ്ടാണ് മകേഷ് അച്ഛനെ സ്വാധീനിച്ചത്. ഞാൻ എൻ്റെ അച്ഛനെ സ്വാധീനിച്ചത്, എൻ്റെ അച്ഛനെ ഞാൻ ഹഗ് ചെയ്തിരുന്നു. എൻ്റെ മകന് 2 വയസ്സുള്ള സമയത്ത് ഏറ്റവും നന്നായിട്ട് അച്ഛൻ മദ്യപിക്കുകയും 2 കെട്ട് ദിനേശ് വീഡിയൊക്കെ വലിക്കുകയും മദ്യപിച്ച് എൻ്റെ മാനസിക ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു അച്ഛനായിരുന്നു എൻ്റെ അച്ഛന്. എൻ്റെ അച്ഛനെ ഞാൻ ഡോക്ടർ ഉമ്മർ സാറ് എൻ്റെ ഗുരുവാണ്, എൻ്റെ മൈൻഡ് ടൂളിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഗുരുവാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഫിലിപ്പ്, നീ ഇങ്ങനെ കുറേ ആയില്ലേ പറയുന്നു, അച്ഛനെ ഒന്ന് ഹഗ് ചെയ്യ്, നീ പ്രാക്ടീസ് ചെയ്യ്, ഹഗ് ചെയ്യ്, നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രിസ്മസിന് അച്ഛൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ്റെ പുറകെ പോയി ഞാൻ ഇങ്ങനെ നിന്നു. എനിക്ക് പിടിക്കാൻ തോന്നുന്നില്ല. ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, അച്ഛനോട് ഞാൻ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പലപ്പോഴും. ഞാൻ പറഞ്ഞു, ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കടയിൽ പോയിരുന്ന് ഇങ്ങനെ വലിച്ചു തള്ളിക്കോ, ഇങ്ങനെ കുടിച്ചോ, അപ്പം കുടിച്ചു കഴിഞ്ഞാൽ മോശം വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കണത്, എന്തെങ്കിലും ചത്തൂടെ എന്നപോലെ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി അച്ഛനോട്, പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈ മെമ്മൻ്റെ എല്ലാം എടുത്ത് ഞാൻ കത്തിക്കും വീട്ടിൽ. ഫിലിപ്പമ്പാട് ക്ലാസ് എടുത്ത് കിടക്കുന്നു, അച്ഛനോട് പുക വലിക്കണു എന്നൊക്കെ പറയും അച്ഛനോട്. പക്ഷേ പിന്നെ അച്ഛൻ കാണാതെ വലിക്കാൻ തുടങ്ങി. അതിനിടയിൽ അച്ഛന് ഒരു കാർഡിയോ പ്രശ്നം വന്നു. ഹോസ്പിറ്റലിൽ ഞാൻ 60 ദിവസം അച്ഛന് കൂടെ ഉണ്ടായിരുന്നു. അന്ന് അച്ഛൻ കൂടുതൽ എന്നെ മനസ്സിലാക്കി, തിരികെ വന്നു, വീണ്ടും വലി നിർത്തി, വീണ്ടും കുറച്ച് ദിവസം വീണ്ടും വലിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ ദീപക് ചോപ്രയുടെ പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് ഞാനും മകേഷും ഡൽഹിയിൽ പങ്കെടുത്തു, കോൺക്ലേവ്, വേൾഡ് ആൻറ്റി ഡ്രഗ് കോൺക്ലേവ്. അന്ന് എനിക്ക് മനസ്സിലായത്, എൻ്റെ അച്ഛനെ സ്വാധീനിച്ചിരിക്കുന്ന 200% അഡിക്ഷനാണ് സിഗരറ്റ്. അച്ഛൻ്റെ മദ്യം അച്ഛനെ സ്വാധീനിച്ചിരുന്നെങ്കിൽ 800 to 1500 ആണ്. അത് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മകൻ്റെ വാക്കുകൊണ്ട് എൻ്റെ അച്ഛൻ മദ്യപാനം നിർത്തില്ല, കഴിയില്ല. അത് മനസ്സിലാക്കിയിടത്താണ് ഉമ്മർ സാർ പറഞ്ഞു, നീ അച്ഛനെ ഹഗ് ചെയ്യണം. സ്നേഹവും പരിചരണവും ശുശ്രൂഷയും നാളിതുവരെയും അച്ഛനോട് ഉപയോഗിച്ച വാക്കുകളൊന്നും പറയാതെ തിരുത്തി കുറച്ചും കൂടെ കാരുണ്യപരമായിട്ടൊരു രോഗിയാണെന്നുള്ള പരിഗണന കൊടുക്കണം. ഒരു രോഗിയാണ് നിൻ്റെ അച്ഛൻ എന്ന പരിഗണന കൊടുത്താൽ പരിവർത്തനമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് DADC സെൻ്ററുകളിൽ പോകുമ്പോൾ തുപ്പിയാലും അടിച്ചാലും ഒന്നും അടുത്ത ഡോക്ടർമാർ ഈ പറയുന്ന മദ്യപിക്കുന്ന ആൾ അത് വിഡ്രോൾ സിംറ്റംസ് ആണ് എന്ന് പറഞ്ഞ് അവർ ആ സഹാനുഭൂതിയോട് കൂടിയേ ആ വ്യക്തിയെ കൺസൾട്ട് ചെയ്യുള്ളൂ, മരുന്ന് കൊടുക്കുകയുള്ളൂ, കൗൺസിലിംഗ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 10 പേര് പോയാൽ 5 പേര് ഈ DADC സെൻ്ററിൽ നിന്ന് സുബോധത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു DADC സെൻ്ററിൽ എന്താണോ പ്രാവർത്തികമാക്കുന്നത് അതിന് മുകളിൽ നിന്നുകൊണ്ട് ഉറ്റവരായ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയാൽ
ഏതൊരു വ്യക്തി ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ തെളിവ് അച്ഛൻ ക്രിസ്മസിൻ്റെ അന്ന് വന്നിട്ട് ചോറിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കുഴയ്ക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ എൻ്റെ മോൻ അടുത്തിങ്ങനെ വന്ന് നിന്നിട്ട് അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട് മോനെ ഇങ്ങനെ കുഴയ്ക്കുക. അങ്ങനെ ആ കുഴയ്ക്കിനിട്ട് ഞാൻ പുറകിൽ കൂടെ പോയിട്ട് എങ്ങനെ ഇപ്പോൾ കെട്ടിപ്പിടിക്കുക, തലയെ തൊടണോ കയ്യിൽ കെട്ടിപ്പിടിക്കണോ, ഒരു മടിയൊക്കെ പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ. കുറച്ചു നേരം നിന്നു. പക്ഷെ അച്ഛൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ നോക്കിയപ്പോൾ നടുവൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ അച്ഛനെ അന്ന് ഇത്ര മാത്രം അടുത്ത് കണ്ടിട്ടില്ല. ഒരു 10 വർഷത്തിൽ അച്ഛനായിട്ടുള്ള ഒരടുത്തുള്ള ബന്ധമില്ല, മുഖത്ത് നോക്കാതൊക്കെ സംസാരിക്കാം. പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് അച്ഛൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നടുവൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്. കൈ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ശരിക്കും നോക്കിയപ്പോൾ കയ്യിലൊക്കെ ഈ ടാപ്പിംഗ് കത്തി പിടിച്ചിട്ട് വലിയ തഴമ്പ് എനിക്ക് കാണാൻ പറ്റി. തഴമ്പ് പെട്ടെന്ന് എൻ്റെ ഓർമ്മകളിൽ ഞാൻ ചെറുപ്പത്തിൽ അച്ഛനെ നഖം വെട്ടുമ്പോഴൊക്കെ കൈ മുറിയുമ്പോൾ ഞാൻ കരയുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് അച്ഛൻ ചേർത്ത് പിടിക്കും. ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. പെട്ടെന്ന് അച്ഛനെ കെട്ടിയേണ്ടി പിടിച്ച് പുറകിന്നു. കെട്ടിപ്പിടിച്ചപ്പോൾ അച്ഛൻ്റെ മണം കൊണ്ട് വന്നു. അച്ഛന് എൻ്റെ മണം വന്നു. മണം വന്നപ്പോൾ അച്ഛന് ചെറിയ മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. ഞാൻ വിട്ടില്ല, അമർത്തി പിടിച്ചിട്ട് ഞാൻ ചുണ്ടുകൊണ്ട് പുറത്തൊക്കെ ഉമ്മ വെച്ചിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പാ ഒരുപാട് മോശ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പുറത്ത് തരണം, എനിക്ക് എൻ്റെ അപ്പനെ കൂടുതൽ കാലം കാണണം, വലിയ നിർത്തണം അപ്പാ, കുടി നിർത്തണം, അപ്പന് പറ്റും കഴിയും, ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചു. അങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ കൈ വെച്ച് നിർത്തി. എൻ്റെ ഭാര്യയും അമ്മയൊക്കെ ഓടി വന്നു. എനിക്കെന്തോ പറ്റിയെന്തോ ഓടി വന്നു. അച്ഛൻ എഴുന്നേറ്റ് പോയി. ആ സൈലൻ്റാക്കുള്ളൂ. അച്ഛൻ എഴുന്നേറ്റ് പോയിട്ട് പെട്ടെന്ന് മുറിയിലേക്ക് പോയി വാതിലടച്ചു. വാതിലടച്ചിട്ട് വൈകുന്നേരം അച്ഛൻ കഴിക്കാൻ വന്നില്ല. പിറ്റേ ദിവസം രാവിലെയും അച്ഛൻ എഴുന്നേക്കണില്ല. അമ്മ പോയി പറഞ്ഞു, അപ്പം വിളിച്ചിട്ട് എഴുന്നേക്കണില്ല മക്കളെ എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ അമ്മ പറഞ്ഞു, അവിടെ ഒരു വയമ്പിൻ്റെ മരമുണ്ട് പുറത്ത്, ഈ കുമ്പളപ്പം ഉണ്ടാക്കേണ്ട മരമുണ്ട് വീടിൻ്റെ പുറത്ത്. അതിൻ്റെ മൂട്ടിൽ ഒരു 1.5 കുപ്പി ബ്രാൻഡിയും 3 കെട്ട് ദിനേശും ഒരു സിഗരറ്റും അച്ഛൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, കുറേ തീപ്പെട്ടിയൊക്കെ. പിന്നെ അമ്മ പറഞ്ഞു, അപ്പന് വായിൽ വെള്ളം ഇറങ്ങുന്നില്ല മക്കളെ, തുപ്പൽ നിറയാന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ റസാഖ് ഡോക്ടറുണ്ട്, സൈക്കാട്രിസ്റ്റ്, അവിടെ കൊണ്ടുപോയി. പിന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി അച്ഛനെ. പിന്നെ ഞാൻ കണ്ടത് വേറൊരു അച്ഛനെയാണ് കണ്ടത്. സ്നേഹം ഏറ്റവും കൂടുതൽ പകുത്ത് തന്ന, അമ്മ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നൊരു അച്ഛനായിരുന്നു. പിന്നെ പ്രാർത്ഥന വിശ്വാസമൊക്കെ ആയി അച്ഛൻ മാറി. പക്ഷെ അപ്പോഴേക്കും അച്ഛൻ്റെ ഇൻ്റർണൽ ഓർഗൻസ് മുഴുവനും ഏകദേശം ഒരു 90% അത് എൻ്റെ ശക്തി നശിച്ചു പോയി. 74-ാമത്തെ വയസ്സിൽ അച്ഛൻ നല്ല ബന്ധത്തിലായിരുന്നു, നല്ല സ്നേഹത്തിലും വളരെ അഭിമാനത്തോടു കൂടി അച്ഛനെ നല്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ട് ചികിത്സയൊക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1.5 വർഷമായിട്ട് അച്ഛന് അസുഖമോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. വളരെ ഹെൽത്തി ആയിരുന്നു, എക്സസൈസും പ്രാർത്ഥനയൊക്കെയുള്ള മനുഷ്യനായിരുന്നു. ചെർപ്പളശ്ശേരിയിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് രാവിലെ അമ്മ പറഞ്ഞു, ഇന്നലെ അപ്പം കിടന്നുറങ്ങിയിട്ടില്ല മക്കളെ, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അടുത്ത് എന്ത് ചോദിച്ചു, വേദനയുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ വേദനയുണ്ട് മക്കളെ, അല്ലെങ്കിൽ കൈ ഇവിടെ വെച്ച് ഞെക്കി ഇങ്ങനെ. അച്ഛൻ പറഞ്ഞു, ഇവിടെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ എവിടെ അപ്പം ചോദിച്ചു, ഇവിടെയാണ് പറഞ്ഞു. അല്ല ഇവിടെ ഞെക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെ അല്ല മക്കളെ പറഞ്ഞു. പിന്നെയും ചോദിച്ചു, പറഞ്ഞത് ഈ കഴുത്തിന് താഴെയാണ്, ഇവിടെ ഞെക്കി. കൈക്കൊക്കെ ഇവിടെ വേദന വരാറുണ്ട്, ഇന്നലെയൊക്കെ വന്നു പറഞ്ഞു. അപ്പം ഞാൻ അറിയാതെ പറഞ്ഞു, ഉറപ്പിച്ച് പറയാറുണ്ട്. അപ്പം ഞാൻ വാച്ചിലും നോക്കിപ്പോയി, അറിയാം അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ട്, ഉറപ്പിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല മക്കളെ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം, വേദനയുണ്ടോ പറ, കൊണ്ടുപോകണോ വേണേ പറ എന്ന് പറഞ്ഞു. വേദനയുണ്ടോ പറ, കൊണ്ടുപോകണമെങ്കിൽ പറ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല മക്കൾ, ക്ലാസ് എടുക്കാൻ പോകില്ലെന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി. അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. വണ്ടി കയറി മമ്പാട്, വണ്ടൂർ, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, ചെർപ്പളശ്ശേരി ഐഡിയൽ കോളേജ്, ആയിരക്കണക്കിന് കുട്ടികൾ, ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നൊരു വേദി, 2 മണിക്കൂർ എൻ്റെ പ്രഭാഷണം. ശേഷം സംഘാടകർ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അവിടെ നേരെ എടപ്പാളിലേക്ക് പോയി. അടുത്ത സംഘാടകർ വന്നു. അവിടുത്തെ പരിപാടി വലിയൊരു ഈവൻ്റായിരുന്നു. ആ ഈവൻ്റ് പങ്കെടുത്തു. അവിടെയും സംഘാടകർ എടുത്ത് ഈവനിങ് സ്നാക്സൊക്കെ കഴിച്ച് വണ്ടി കയറിയപ്പോൾ വെറുതെ വണ്ടിയിൽ നിന്ന് മൊബൈൽ കുറേ നേരമായല്ലോ കോള് വന്നിട്ടെന്ന് വെച്ചിട്ട് മൊബൈൽ ഇങ്ങനെ കമന്നിരിക്കുകയാണ്. മൊബൈൽ ഇങ്ങനെ എടുത്തപ്പോൾ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അയൽവാസിയാണ് രതീഷ് എന്ന് പറയുന്ന അയൽവാസി. എടുത്ത് വയ്ക്കിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ ഫിൽപ്പെട്ട ചോദിച്ചു. ഫോണൊന്ന് എടുത്തുകൂടെയും ചോദിച്ചു. എന്ത് പറ്റി പറയടായിരുന്നു. ഒന്നുമില്ല, ഞങ്ങൾ പോര് വീട്ടിലേക്ക് പോരും, കുഴപ്പമില്ലായിരുന്നു. പറ എന്ത് പറ്റിയായിരുന്നു. കോള് കട്ടായി. പിന്നെ മൊബൈൽ നോക്കുമ്പോൾ മുഴുവനും ചുമന്ന മിസ് കോളിൻ്റെ സിമ്പിൾസാണ് കിടക്കണേ. തൊട്ട് താഴെ അമ്മ 74 പ്രാവശ്യം അമ്മേനെ വിളിച്ചിട്ടുണ്ട്, 74 ടൈംസ്. അനിയത്തി വിളിച്ചിട്ടുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി എങ്ങനെ വിട്ടെന്ന് എനിക്കറിയത്തൊന്നുമില്ല. വണ്ടി നല്ല സ്പീഡിൽ വന്നു, ഒഡായിക്കിലെത്തി. ആ വളവങ്ങോട്ട് തിരിഞ്ഞ് വീടിനങ്ങോട്ട് കയറുമ്പം ചില വണ്ടികളിങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിലായി, അച്ഛൻ, ഞാൻ എൻ്റെ അച്ഛനോട് അവസാനമായി സംസാരിച്ച വാക്ക്, കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ.
ഒരു 12-1 മണിയായപ്പോൾ തൊട്ട് അച്ഛന് കൈക്കും ഷോൾഡറിനൊക്കെ വേനുണ്ടായിരുന്നു. അമ്മയോട് പറഞ്ഞു അവനെ വിളിക്കണ്ട. അമ്മ അച്ഛൻ കാണാതെ മാറി കുറേ നേരം എന്നെ വിളിച്ചു. അപ്പോഴൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ഇപ്പം നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഇനി നീ ഒന്നും കൂടെ വിളിക്കുമെന്ന് പറഞ്ഞ അച്ഛൻ. അമ്മ നിരന്തരം എന്നെ വിളിച്ചു. കിട്ടിയോ ചോദിച്ചില്ല. അപ്പോഴും അമ്മ പറഞ്ഞു വേറെ വണ്ടിയിൽ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല. നീ പറയണ പോലെയല്ല, മെഡിക്കൽ കോളേജിൽ പോയാൽ അവൻ എല്ലാ ഡോക്ടർമാരുമായിട്ട് ബന്ധമാണ് അവന്. എടി അവൻ പറഞ്ഞ ഡോക്ടർമാരെന്നെ നല്ലോണം നോക്കും, അവൻ വരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ കാത്തു നിൽക്കാതെ എൻ്റെ അച്ഛൻ പോയി. അതുകൊണ്ട് എൻ്റെ ആജ്ഞയല്ല, എൻ്റെ അപേക്ഷയാണ്, നമ്മുടെയൊക്കെ മാതാപിതാക്കളെ അവരുടെ കുഞ്ഞ് ചില കാര്യങ്ങളെ നിങ്ങൾ മിസ് ചെയ്യരുത്. ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ തുടർന്ന് കെയർ ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും എത്ര പദവി ഉണ്ടെങ്കിലും ദൈവം അവസരങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കണം. 2 വണ്ടിയും ഒരുപാട് ഡോക്ടർമാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ ഫ്യൂണറൽ 5-10 ഡോക്ടർമാർ പങ്കെടുത്തൊരു ഫ്യൂണറൽ എൻ്റെ അച്ഛനെ കാണാൻ വന്ന മെഡിക്കൽ കോളേജിൽ. പക്ഷേ എൻ്റെ മനസ്സിൽ ക്ലാസ്സും ആ നിമിഷങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ. ഫ്യൂണറെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അവിടെ എൻ്റെ സെമിത്തേരി ഉണ്ട്, ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ്, ഒരു കുടിയേറ്റ മേഖലയാണ്. പകലൊന്നും ആരും പോകാൻ ബുദ്ധിമുട്ടാണ് ഏരിയ, പകൽ പോലും. പിറ്റേന്ന് രാത്രി ഒരു 9-9:30 മണിക്ക് ഞാൻ എൻ്റെ കാറുമെടുത്ത് സെമിത്തേരിയിൽ പോയി. അങ്ങനെ അച്ഛൻ്റെ കല്ലറയുടെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചാണ്, ഉറക്ക കരഞ്ഞൊക്കെ ചെയ്തു ജീവിതത്തിൽ. തുടർന്ന് എല്ലാ വേദികളിലും ഞാൻ എൻ്റെ അച്ഛനെ പറയാതെ പോകാറില്ല. അതുകൊണ്ട് നിങ്ങളോടൊക്കെ വീണ്ടും പറയാൻ എൻ്റെ അപേക്ഷയാണ്, മാതാപിതാക്കളെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. നാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കരുത്, അവസരം കിട്ടില്ല. ജീവിതത്തിൽ അവരോളം ഈ മണ്ണിൽ പിറവിയെടുത്ത മറ്റൊരു മഹാനുഭവനും ഈ മണ്ണിൽ പിറവിയെടുത്തിട്ടില്ല. ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും പട്ടിണി അനുഭവിച്ചൊരമ്മ. നമ്മയ്ക്കെല്ലാം അമ്മയ്ക്കുന്നുണ്ട്. എത്ര വൈകിയാണ്, എനിക്ക് ഒരുപാട് USA കാനഡയ്ക്കൊക്കെ വിസയുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രവാസികൾ ക്ഷണമുണ്ട്. പക്ഷേ എവിടെ പോയാലും ഞാനൊരു വിത്തിൻ 4 days 5 daysനുള്ളിൽ ഞാൻ തിരിച്ചു വരും. കാരണം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. എവിടെ പോയാലും അമ്മയ്ക്ക് വല്ലാത്ത പേടിയാണ്. അമ്മയ്ക്ക് ഇടയ്ക്ക് വിളിക്കണം, അമ്മയ്ക്ക് എൻ്റെ വണ്ടി വീട്ടിൽ കാണണം. അല്ല, അമ്മയ്ക്ക് ഭയങ്കര ആദ്യമാണ് പേടി. ഒന്നാമത് അച്ഛൻ മരിച്ചപ്പം ഞാൻ വരാൻ വൈകിയതുകൊണ്ടും ഒക്കെ അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര പേടിയാണ്. ചെറിയ കാര്യം എൻ്റെ മക്കളെ അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് പറയും. അതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് അതിസൂക്ഷ്മതയാണ്, കുറച്ച് സൂക്ഷ്മത കൂടിയിട്ടുണ്ട് അമ്മയുടെ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എത്രമേൽ അവർ നമ്മളെ മിസ്സായി പോയിക്കാൽ അവരെ കുറച്ചും കൂടെ കെയർ ചെയ്യാൻ നോക്കാമായിരുന്നൊക്കെ നമ്മൾ വിചാരിക്കും. നല്ല വസ്ത്രങ്ങൾ അവർക്ക് വാങ്ങുക, ഏറ്റവും മനോഹരമായ ഇടത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുക, തിരക്കിൽ നിന്ന് അവർക്കും ഒരു സമയം നമ്മൾ മാറ്റിവെക്കുക. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷമായിരിക്കും ആ നിമിഷം. ഇന്നലെ KMCCയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പങ്കെടുത്തൊരു വേദിയായിരുന്നു, കോൺട്രാക്ട് ഞാൻ പങ്കെടുത്ത വേദി. ആ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 13 മക്കളായിരുന്നു അദ്ദേഹത്തിനെന്ന്. അദ്ദേഹത്തിൻ്റെ ഉമ്മ 13 മക്കളെ പ്രസവിച്ചു. അതിൽ 4 പേർ മരിച്ചുപോയി, ഫിലിപ്പ് സാറേ. അതിൽ എൻ്റെ ഉമ്മ അങ്ങനെയാണ് വളർത്തിയത്. ഒരുപാട് കഷ്ടപ്പാടുകൾ വളർത്തി. അവസാന സമയത്ത് പ്രവാസ ലോകത്തുനിന്ന് ഞാൻ എൻ്റെ അമ്മയെ നോക്കാനായി നാട്ടിലെത്തി, മലപ്പുറത്തെത്തി. ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ അമ്മയെ ഞാൻ നോക്കി. പക്ഷേ എൻ്റെ ഉമ്മ ഒരു കാര്യം പറഞ്ഞു, എന്നെ നോക്കിയത് ഒരു ചേച്ചിയുടെ പേര് പറഞ്ഞു. ഓളെ എങ്ങനെയെങ്കിലും ഓളെ വലിയ ആഗ്രഹം, വിമാനത്തിൽ കയറ്റി എന്നെ കൊണ്ടുപോയല്ലേ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹം എന്തായാലും നടത്തി കൊടുക്കുമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞത്രേ. പക്ഷെ ഉമ്മ മരിച്ചു പോയത്. ആ മനുഷ്യൻ പറയുക, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഈ ഉമ്മയെ നോക്കിയ ആ ചേച്ചിയെ, ഒരു പദവിയും ഒരു ആഡംബരവും ഇല്ലാത്ത ഉമ്മയെ നോക്കി ശുശ്രൂഷിച്ച് സുഖമന്ദിരത്തേക്ക് എത്തിച്ച ആ സാധു സ്ത്രീയെ ഈ മനുഷ്യൻ പാസ്പോർട്ടും വിസയെല്ലാം എടുത്ത് ദുബായിലെ വലിയൊരു പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുപോയെന്ന് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മനെ നോക്കിയേ, അവരാണ് ആ ഫംഗ്ഷനിലെ ചീഫ് ഗസ്റ്റായിട്ട്, എൻ്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ കൊണ്ടുപോയി ഫിലിപ്പ് സാറേ. അങ്ങനെ ഉമ്മാൻ്റെ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തു. ജീവിതത്തിൽ എനിക്കിന്നും പിടുത്തം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന് പറയുന്ന 24 വയസ്സുകാരൻ 16 മണിക്കൂറിനുള്ളിൽ ഒരു 3:30 മണി സമയത്ത് വിശന്നിരിക്കുന്ന തൻ്റെ അനിയന്
തൻ്റെ അനിയന് അവൻ ബ്രോസ്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് തിന്നുന്ന നോക്കിയിരുന്നു. ആ കുഞ്ഞനുജൻ്റെ തലയ്ക്കാണ് അവൻ ചുറ്റിക അടിച്ച് പൊട്ടിച്ച് കൊന്നുകളഞ്ഞത്. 16ാമത്തെ മണിക്കൂറിൽ അവൻ തിരഞ്ഞെടുത്തത് തലേന്ന് വരെ രുചിയുള്ള ഭക്ഷണമുണ്ടാക്കി കൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ തിരഞ്ഞെടുത്തു. ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ആ ഉമ്മ അടുത്തുപോയി ചുറ്റിക പതുക്കെ നിലത്ത് വെച്ചു. എന്നിട്ട് ആ കഴുത്തിലുള്ള ഷട്ടത്ത് ആ തട്ടത്തിൽ പിടിച്ച് വലിച്ച് നിലത്തടിച്ചു. എന്നിട്ട് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ചുറ്റിക എടുത്തൊരു കൽപ്പണിക്കാരൻ എങ്ങനെയാണ് കല്ലിനോട് പെരുമാറുന്നത് അതുപോലെ ജന്മം കൊടുത്ത ഉമ്മയുടെ തലയെ 5-6 അടികൾ ഇടിച്ച് 45ഓളം പൊട്ടലുകൾ പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. ആ ഉമ്മ ചലനം അങ്ങനെ നിലച്ച് ജീവൻ പോയി എന്ന് ഉറപ്പാക്കിയപ്പോൾ ഈ മകൻ അടുക്കളയിൽ പോയി ആ ഗ്യാസ് കുറ്റി വലിച്ച് തുറന്നു വിട്ടു. മുൻപും പിൻപും വാതിലുകളെ കുറ്റിയിട്ട് അവൻ ഇറങ്ങിപ്പോയി. പക്ഷേ 14 ദിവസം വെന്റിലേറ്ററിൽ അവൾ കണ്ണു തുറക്കാതെ ഈ ലോകത്തോട് എന്തോ പറയാൻ ബാക്കി വെച്ച് ജീവനോടെ അവശേഷിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ പോലീസുകാർ മൊഴിയെടുക്കാൻ ചെന്നു. ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സാക്ഷി. പോലീസ് ചോദിച്ചു, എന്ന്, എപ്പോൾ, എവിടെ, എങ്ങനെ, ആര്? എല്ലാത്തിനും ഉത്തരമുണ്ട്. പക്ഷേ ആര് എന്നൊരു ഉത്തരമല്ല. ഞാൻ കട്ടിൽ നിന്ന് നിലത്ത് വീണതാണ് സാർ. വീണ്ടും ഒരു റീസ്റ്റേറ്റ്മെന്റ്. ആ റീസ്റ്റേറ്റ്മെന്റിലും ഈ അമ്മ പറയാണ്, ഞാൻ കട്ടിൽ നിന്ന് നിലത്ത് വീണതാണ്, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. അവളുടെ പേര് ഉമ്മ എന്നാണ്, അമ്മ എന്നാണ്. ഇതാണ് അമ്മമാർ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് എല്ലാ മാസം ഞാൻ 5000 രൂപ ശമ്പളം കിട്ടുമ്പോൾ കൊടുക്കും. ചില മാസം 4500 കൊടുക്കും, 5000 കൊടുക്കും, 5500 കൊടുക്കും. ഈ 5500 കൊടുക്കുന്ന മാസത്തിൽ അമ്മയ്ക്ക് എണ്ണണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മയുടെ ഈ ഒരു ഭാഗം അമ്മയ്ക്ക് തളർന്നു പോയൊരമ്മയാണ്. ഈ കൈ മാത്രമേ അമ്മയ്ക്ക് ശരിക്കും വർക്കൗട്ട് ചെയ്യുള്ളൂ. എല്ലാ മാസം 5000 രൂപ കൊടുക്കും. അമ്മ ഞാൻ പോകാൻ നേരത്തെ ചോദിക്കും, അമ്മ 1-ാം തീയതി ശമ്പളം കയറും, അമ്മയുടെ 2-ാം തീയതി അമ്മയുടെ കൈ കൊടുക്കും. പോകാൻ നേരത്തെ അമ്മ എന്ന് വിളിക്കും. അപ്പോൾ പൈസ എണ്ണുന്ന കണ്ടിട്ട് ഞാൻ ചോദിക്കും അമ്മ എന്ന്. എനിക്ക് വലിയ ഇഷ്ടം അമ്മ പൈസ എണ്ണുന്നത് കാണാനൊക്കെ. ഭയങ്കര ഭവ്യതയിലൂടെ അമ്മ പൈസ എണ്ണുക. ഇത് എൻ്റെ വേർപ്പാണ്, അമ്മയുടെ ഔദാര്യമെന്നാണ് എപ്പോഴും അമ്മയുടെ. ഞാൻ അടുത്ത് പോയിട്ട് പറയും, ഇത് അമ്മയുടെ ഔദാര്യമല്ല, അമ്മയുടെ അവകാശമാണെന്ന് പറയും. എപ്പോഴും പറയും, ഇത് അമ്മയ്ക്ക് അവകാശപ്പെട്ട അമ്മ ഇങ്ങനൊന്നും വാങ്ങരുത് പറയും. അമ്മ ഈ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വാവും ഇങ്ങനെ. ഞാൻ ചാണക്യ സുഹൃത്ത് വായിച്ചിട്ടുണ്ട്, എനിക്ക് 90000 രൂപ ശമ്പളം കിട്ടുമ്പോൾ 10,000 രൂപ എൻ്റെ അച്ഛൻ അവകാശപ്പെട്ടതാണ്, 5000 എൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ 10 കൂട്ടി 15 രൂപ അമ്മയ്ക്ക് ഞാൻ കൊടുക്കണം. അമ്മ ഈ പൈസ ഒരു 500 നോട്ട് എവിടെയും ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് അറിയാം. അമ്മ നൂർത്തി ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി വെക്കും. 1 മണിക്കൂറാണ് അമ്മയ്ക്ക് എണ്ണണമെങ്കിൽ, കരി ഒറ്റ കൈ കൊണ്ട് എണ്ണണമെങ്കിൽ. എന്നിട്ട് അമ്മ പോട്ടെ എന്ന് പറയും. എണ്ണി കഴിയുമ്പോൾ എനിക്കറിയാം അമ്മ പോട്ടെ എന്ന് പറയും. അമ്മ പറയും, ആ മക്കളെ, അതിനർത്ഥം നീ തന്ന പൈസ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല നോട്ടാണ്, കൃത്യമുണ്ട് മക്കളെ. ചില മാസം ഞാൻ അമ്മയ്ക്ക് ഒരു 500 രൂപ കൂടുതൽ വയ്ക്കും, 5500 രൂപ. അത് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എണ്ണണമെങ്കിൽ 1-1.5 മണിക്കൂർ വേണം. 2 വട്ടമൊക്കെ തിരിച്ചു മറിച്ച് എണ്ണും. എന്നിട്ട് അവസാനം പോട്ടെ എന്ന് പറയുമ്പോൾ ഒരു 500 രൂപ കൈ പിടിച്ചിട്ട് പറയും, മക്കളെ പോകല്ലേ, നിൽക്കി നീ അവിടെ പറയും. ഇത് 500 രൂപ കൂടുതൽ, അയ്യോ നീ നോക്കിയും കണ്ടും കൊടുക്ക് എന്ന് പറയും. എൻ്റെ മക്കളെ ശ്രദ്ധ വേണം മക്കളെ എന്നാ പറയും. അമ്മയുടെ കഷ്ടപ്പാടാണ്. ആണോ എന്നൊക്കെ ചോദിച്ചാൽ പൈസ വാങ്ങിയാൽ പോക്കറ്റ് വെച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കും അമ്മയ്ക്ക്. പക്ഷേ ചില മാസം ഞാൻ 4500 രൂപ അമ്മയ്ക്ക് കൊടുക്കുകയുള്ളൂ ചില മാസം. പക്ഷെ ഇന്ന് വരെയും എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല, മക്കളെ നീ തന്നതിൽ 500 രൂപ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഈ മാത്തമാറ്റിക്സ് എന്നത് എനിക്കറിയില്ലെന്ന് വരും. അതാണ് അമ്മ. ഒരു പക്ഷേ 500 രൂപ എന്നോട് കുറഞ്ഞു എന്ന് പറയാൻ അമ്മയ്ക്ക് മനസ്സനുവദിക്കുന്നില്ല. അതാണ് അമ്മ. പക്ഷെ ഇങ്ങനെയുള്ള അമ്മമാരെ 26 അമ്മമാരെയാണ് മക്കൾ കൊന്നു കളഞ്ഞത്. വയനാട് ജില്ലയിൽ അടിവാരത്ത്, കോഴിക്കോട് അടിവാരത്ത് സുബൈദ എന്ന് പറയുന്ന ആ വീട്ടമ്മ, എൻ്റെ സുഹൃത്ത് സബ് ഇൻസ്പെക്ടറാണ് താമരശ്ശേരിയിൽ. എടാ നീ പ്രസംഗിക്കുമ്പോൾ പറയണോടാ ഫിലിപ്പേ, ഇൻക്വസ്റ്റിന് പോയപ്പം ആ ഉമ്മയുടെ ശരീരം എടുത്തിട്ട് ആ കിടക്കയിൽ കൊണ്ട് വെച്ച് ഇൻക്വസ്റ്റ് നടത്തിയപ്പം ആ മകൻ വെട്ടി അടയാളങ്ങളും അവിടെ ശരീരത്തും കയ്യിലും തഴമ്പുകളൊക്കെ ഒന്ന് കാണണം. ഇവിടെ മൊത്തം തുന്നിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. അർബുദത്തിന് സർജറി നടത്തി നടക്കാൻ പറ്റാതെ ചൊട്ടിച്ചുളിഞ്ഞു പോയ ഒരു 33 കിലോ തൂക്കമുള്ള സുബൈദ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ. ആ വീട്ടിനകത്ത് കത്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ കത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ കത്തി വീട്ടിലെ കത്തിയാ, അതിന് മൂർച്ചില്ലെന്ന്.
അടുത്ത വീട്ടിൽ പോയിട്ട് ആ കത്തി വാങ്ങിക്കൊണ്ടുവന്നേ, മൂർച്ചുള്ള കത്തി. അതുകൊണ്ട് അമ്മയെ വെട്ടിയത്. തലങ്ങും വിലങ്ങും 5 വെട്ട് വെട്ടി, ഒന്ന് തുമ്മാൻ പോലും ശക്തിയില്ലാത്ത അവളെ കൊന്നുകളഞ്ഞു ഒരു മകൻ. എന്നിട്ട് മാധ്യമക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനു നീചകൃത്യം ചെയ്തു? എന്നെപ്പോലൊരു മകന് ജന്മം കൊടുത്തുകൊണ്ടാണ്, എന്നെപ്പോലെ മകന് ജന്മം കൊടുത്തുകൊണ്ടാണ്. അപ്പോഴാണ് സത്യത്തിൽ കേരളം ഉണർന്നു. എല്ലാ മഹലുകളും ക്രൈസ്തവ ആരാധനകളും എല്ലാ ക്ഷേത്രങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ അധ്യാപകരും പോലീസും എക്സൈസും എല്ലാവരും ഉണർന്നു. ലഹരിക്കെതിരെ സായുധ വിപ്ലവത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ കുറേ നാളുകളായി പത്രദൃശ്യ മാധ്യമക്കാർ, റെസിഡൻസ് അസോസിയേഷനുകൾ, യുവജന പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി തെരുവുകളിലും സെമിനാർ, കോൺക്ലേവുകൾ, കൺവെൻഷനുകൾ, പ്രഭാഷണങ്ങൾ, സെമിനാർ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക ലഹരിക്കെതിരെ. ഇവിടെയാണ് KGM-ലെ കരുത്തരായ സാരഥികളോട്, പ്രവാസ ലോകത്തെ സാരഥികളോട് നിങ്ങളെല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെയൊക്കെ കാഴ്ചയും കേൾവിയും എല്ലാം മക്കളിലേക്ക് ഉണ്ടാകട്ടെ. ലഹരിക്കെതിരെ പൊരുതാൻ മക്കളെ നിങ്ങൾക്ക് പ്രാപ്തരാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു കുഞ്ഞു സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്കൊക്കെ അവസരമുണ്ടാവട്ടെ. ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കുന്ന വീടുകളെ സ്വർഗത്തിൻ്റെ നാടായി ജബൽബാൻ പറയുന്നുണ്ട്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട്, അവിടെ നിങ്ങൾക്ക് സ്വർഗത്തെ പടുത്തുയർത്താൻ സാധിക്കും. പലപ്പോഴും ഇന്ന് നമുക്ക് ഒന്നിച്ചുള്ള കൂടലില്ല. നമ്മൾക്ക് പലപ്പോഴും ഇന്ന് എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും മാത്രമാണ്. എല്ലാവരും ഒന്ന് ഓട്ടത്തിലാണ്. ഇന്നെല്ലാവരും ആധുനിക സജ്ജീകരണങ്ങൾ നേടാനുള്ള വ്യഗ്രതയിലാണ്. ആ കൂട്ടത്തിൽ അയൽബന്ധങ്ങളെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അയൽവാസികളെ കാണുന്നില്ല. അവിടുത്തെ വിഷമങ്ങളും ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും നമ്മൾ അറിയുന്നില്ല. ഞാൻ എല്ലാ മഹഗ്രന്ഥങ്ങളും വായിച്ച വ്യക്തിയാണ്. പരിശുദ്ധ ഖുർആനകത്ത് പ്രവാചക സന്ദേശങ്ങളിൽ ഇങ്ങനൊരു വചനം പ്രവാചകൻ പറയുന്നുണ്ട്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ എൻ്റെ വിഭാവത്ത് ഗണത്തിൽപ്പെട്ടതല്ല എന്ന് പ്രവാചക സന്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവിടെ പ്രവാചകൻ്റെ ആ ഉദ്ദേശം പട്ടിണി എന്ന് മാത്രമല്ല, അതിനൊരു മൾട്ടിപ്പിൾ അർത്ഥങ്ങളുണ്ട്. അവിടെ എല്ലാം പറയുന്ന അർത്ഥങ്ങൾ, നിന്റെ അയൽവാസി അയൽ വീട്ടിനകത്ത് ലഹരിയുടെ ദുരന്തമുണ്ടെങ്കിൽ, പട്ടിണിയുണ്ടെങ്കിൽ, ദാരിദ്ര്യമുണ്ടെങ്കിൽ, ഗാർഹിക മാനസിക വൈകാരിക ദുരന്തങ്ങൾ വീട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അയൽവാസി നീ പോകണം, കാണണം, അറിയണം, ചേർത്ത് പിടിക്കണം. അതിനെ മൊത്തത്തിലാണ് പ്രവാചകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, വിശപ്പെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇന്ന് കെട്ടിയുയർത്തപ്പെട്ട മതിലുകളും CCTVകളും നമ്മളിലേക്ക് ചേക്കേറിയപ്പം അയൽപക്കക്കാരനെ ഒരു ഹോയ് പറയുന്നതിലേക്ക് ബന്ധം പോയി. ആ വീട്ടിനകത്തൊരു മകനുണ്ടെങ്കിൽ ആ മകൻ ആ വീട്ടിനകത്തുണ്ടാക്കുന്ന അസ്വാഭാവികമായ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണില്ല. ഇന്ന് അയൽപക്കത്ത് മുഹമ്മദിൻ്റെ ബീരാൻ്റെ കുട്ടൻ്റെ ഒരു മകനെ പോലീസ് എക്സൈസ് പിടിച്ച നമുക്കിത് ഭയങ്കര രസ. നമ്മൾ പറയും കവലകൾ, അറിഞ്ഞോ, അത് നമ്മളെ കുട്ടൻ്റെ മോനെ കൊണ്ടുപോയി, പോലീസ് കൊണ്ടുപോയി. അമിതൻ്റെ മോനെ പോലീസ് പിടിച്ചെന്നല്ലേ, ആ ചെക്ക മഹാ കുരുത്തക്കടാ, കഞ്ചാവ MDMA, രാത്രി 12 മണിക്കൊക്കെ വീട്ടിൽ വരിക. പിന്നെ അത് പിന്നെ അങ്ങനെയാണല്ലോ. അറിയാതെ പോലും പരിഹസിക്കരുത്. നമ്മളുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ ദേശത്ത് ഏതെങ്കിലും ഒരു കുട്ടി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് പോകണം, ഞങ്ങളുണ്ടെന്ന് പറയണം. ഒരു ലഹരി ഉപയോഗിച്ചൊരു മകനെ പോലീസ് എക്സൈസ് പിടിച്ച ആ ഉമ്മ തകർന്നു പോയി. ഒരു സംശയമില്ല, ഉമ്മ തകരും, ഉറപ്പാ. കാര്യം എന്താ? 9.5 മാസക്കാലത്തോളം ഒരു ഉമ്മ ഒരു മകൻ ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി 16 വയസ്സെത്തിയ ഒരു മകനെ പോലീസ് പിടിച്ച അമ്മ തകരൂലേ? അച്ഛൻ തകരൂലേ? എത്രയോ തകർന്ന അമ്മമാരെ എനിക്കറിയാം, എത്രയോ തകർന്ന ഉപ്പമാരെ എനിക്കറിയാം. എൻ്റെ വിശ്വാസം പോയി സാർ, ഞാൻ പ്രാർത്ഥിക്കൂല, എനിക്ക് പടച്ചോനില്ല, ഞാൻ ക്ഷേത്രത്തിൽ പോകൂല സാറേ, ഞാൻ പള്ളിയിൽ പോയിട്ട് കുരിശ് വരയ്ക്കൂല. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ 21 വർഷം അങ്ങ് മണലിൽ പണിയെടുത്തത്. എൻ്റെ മകനെ ഓർത്ത് പല നിയത്തുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് സാർ. പക്ഷെ എൻ്റെ കുഞ്ഞ് 19-ാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞ് MDMAക്ക് അഡിക്റ്റഡായി. അതല്ല എൻ്റെ സങ്കടം. ഓനൊരു കച്ചവടക്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പോലെ ആയിരക്കണക്കിന് അമ്മമാര് ഇന്റെ മോനല്ലേ സാധനം കൊടുക്കണം, അവരൊക്കെ സങ്കടം അനുഭവിക്കൂലേ? എന്താ സാർ ഞാൻ ചെയ്യുക? കൊല്ലാൻ എൻ്റെ കൈക്ക് ആവതില്ല. എൻ്റെ പ്രാർത്ഥന മുഴുവൻ എൻ്റെ മകൻ മരിക്കണേ 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 എന്നാണ്. എത്രയോ പേര് വണ്ടി ഇടിച്ച് മരിക്കണ്ടേ സാർ. പക്ഷെ ഇപ്പോഴും അവനൊരു കുഴപ്പമില്ല. 150 കിലോമീറ്ററിലൊക്കെ അവൻ്റെ ബൈക്കോ ഓടിക്കുക. പക്ഷെ ഇന്ന് വരെ അവൻ്റെ വണ്ടിയോ തട്ടിയോ മരിച്ചിട്ടില്ല. അവൻ മരിക്കാനാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കണത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർ നോക്ക്, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന്
അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഒരു പക്ഷേ ഇങ്ങനത്തെ കുടുംബസംഘം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല, വരില്ല. കാര്യം എന്താ? അപമാനിക്കപ്പെട്ടവനാ അവൻ, ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യൂല. അങ്ങനെ ഒരു അമ്മയ്ക്ക് പിന്നെ കൂട്ടമില്ല, സന്തോഷമില്ല, ആഘോഷമില്ല, കല്യാണമില്ല, ഒന്നുമില്ല. കാര്യം എന്താ? പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ഒരു മകന്റെ ഉമ്മയാ, പറയുമെന്നുള്ള പേടിയുണ്ട്. അങ്ങനെയുള്ള അമ്മമാരെ ചേർത്ത് പിടിക്കണം. ഞങ്ങളുണ്ട്, നാളെ നമുക്കും വരാൻ പറ്റും ദുരന്ത. നിങ്ങൾ സന്തോഷമായിരിക്കും. മകനെ ഞങ്ങളൊക്കെ നോക്കട്ടെ, അവൻ്റെ കൂട്ടുകെട്ടും പോക്കും വരുമ്പോൾ നോക്കട്ടെ. നമുക്ക് നോക്കിക്കൂടെ? പക്ഷെ നമ്മൾ നോക്കണില്ല. കാര്യം എന്താ? നമ്മൾ പോകുന്ന വഴിക്ക് പറമ്പിലും പാടത്തും തെങ്ങും വെപ്പിലും പാറക്കെട്ടിലും പല കുട്ടികളെ കാണും. ഹാൻസ് വയ്ക്കുന്നവർ, സിഗരറ്റ് വലിക്കുന്നവരും മദ്യപിക്കുന്നവരൊക്കെ നമ്മൾ കാണും. നമ്മൾ പോകൂല. കാര്യം എന്താ? നമ്മൾ കണ്ടത് മുഴുവൻ പൊയ്മുഖങ്ങളെ അല്ലേ? 9 മാസക്കാലത്തോളം ഉദരത്തിൽ ഇങ്ങനെ ചുമന്ന അല്ലെങ്കിൽ നൊന്ത് പ്രസവിച്ച മകനെയാണോ സഹോദരി നീ തെരുവിൽ കണ്ടത്? അല്ല, ഏതോ ഒരു അമ്മയ്ക്കുണ്ടായ ഏതോ ഒരു പൊയ്മുഖമാ. അത് നിന്നെ ബാധിക്കൂല. നിന്നെ ബാധിക്കണമെങ്കിൽ നീ നൊന്ത് പ്രസവിച്ച് വളർത്തി വലിയൊരു മകൻ അസമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ലഹരി മണത്താൽ നിന്നെ ബാധിക്കും. സഹോദര, നിന്നെ ബാധിക്കില്ല. കാര്യം എന്താ? നീ തെരുവിൽ കണ്ടത് അന്ത്യനാളുകൾ നിനക്ക് പട്ടട വെക്കേണ്ടവരെയല്ല. നിന്റെ അന്ത്യനാളുകൾ നിനക്ക് വിരുന്നൊരുക്കേണ്ട മകനെയല്ല നീ തെരുവിൽ കണ്ടത്. അതെല്ലാം കുരുത്തം കെട്ടവനും താന്തോന്നിയും തലതെറിച്ചവനും അധിക പ്രസംഗിയും കൊള്ളാത്തവനെ നീ കണ്ടത്. അവിടെ നമ്മുടെ മകനെ കണ്ടാൽ നമ്മൾ തകർന്നു പോകും. അപ്പം നമുക്ക് പ്രശ്നം എന്താ? നമുക്ക് നമ്മുടെ മകൾ, നമുക്ക് നമ്മുടെ വീട്, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ മകന് SSLCക്ക് A+, എൻ്റെ മകന് ഒരു ജോലി, എൻ്റെ മകന് നീറ്റ് എക്സാംസ് റാങ്ക് ലിസ്റ്റ് വരണം, എൻ്റെ മകന് ഡോക്ടറേറ്റ് കിട്ടണം, എൻ്റെ മകന് കല്യാണം കഴിക്കുന്ന പെണ്ണും ഡോക്ടറാകണം. അതാ എൻ്റെത്. കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, കോഴി എന്താ തരുന്നത്? മുട്ട തരുന്ന കുട്ടികൾ പറയും. പശു എന്താ തരുന്നത് വെച്ചാൽ കുട്ടികൾ പറയും പാല് തരുമെന്ന് പറയും. പാല് നമുക്കാണോ പശു തരുന്നത്? കോഴി നമുക്കാണോ മുട്ട തരുന്നത്? നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കുട്ടികളെ. കോഴി നമുക്ക് മുട്ട തരും, പശു നമുക്ക് പാല് തരും. നമ്മളത് മോഷ്ടിക്കല്ലേ ചെയ്യണം. അപ്പം ജീവിതത്തിൽ നമ്മുടെ കാണലുകളൊക്കെ കുറഞ്ഞു, നമ്മുടെ ചേർത്ത് പിടിക്കലൊക്കെ കുറഞ്ഞു. അതെല്ലാം നമുക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ. ജഗന്നാഥ് പ്രിയപ്പെട്ട തങ്ങൾ എന്നോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് നമ്മുടെയൊക്കെ ഒരു കയ്യൊപ്പ് ചേർത്തിട്ട് വേണം നമ്മളിവിടുന്ന് പോകാൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഒരു ഇടം, ഒരു കയ്യൊപ്പ് ചേർത്താൻ ഈ മഹാപ്രപഞ്ചത്തിൽ അവസരമുണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഇന്നലെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം, ഷിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഫൈൻവേ എന്ന് പറയുന്ന ഒരു ട്രാവൽസ് ഉണ്ട് ദുബായിൽ, അബുദാബിയിലാണ്. ഏകദേശം 25ഓളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. 3 ദിവസം ഷിഹാബിൻ്റെ വീട്ടിലൊക്കെ ആയിട്ടായിരുന്നു. ഷിഹാബിൻ്റെ ഭാര്യ ഏകദേശം ഇന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, പ്രസവിക്കാനുള്ള ഡേറ്റ്. ഷിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. അവിടെ നിന്ന് എന്നെ ഷിഹാബ് വിളിക്കുന്നത്, സാറൊന്ന് അബുദാബിയിലേക്ക് വരണം, ചെറിയൊരു ഇവൻ്റാണ് സാർ, ഇവൻറ്റിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ഇവൻ്റ് എന്ന് ചോദിച്ചു. സാർ, എൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത്, ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പണ്ട് ഇവിടെ അബുദാബിയിൽ വന്നിട്ട് ആളുകളെ ഇങ്ങനെ വിളിച്ച് മറ്റ് സ്ഥാപനത്തിലേക്ക് ആളുകളെ വിളിച്ചു കൊടുക്കും. അവനെ നാട്ടുകാരൊക്കെ എന്നെ പരിഹസിച്ചു. ഇവിടെ വന്നിട്ട് ഈ മത്തിക്കച്ചവടം ചെയ്യുന്ന പോലെ ഇങ്ങനെ ആളെ വിളിച്ചു കേട്ട പണിയാണോ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. നല്ലോണം വേലി ഞാൻ കൊള്ളുമായിരുന്നു സാർ. അങ്ങനെ അവസാനം ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു, സ്വന്തമായി ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകാരനെ കൂട്ടി ചെറിയൊരു ഷോപ്പ് തുടങ്ങി. ഒരു ടൈപ്പ് റൈറ്റിംഗ് സെൻ്ററിൽ നിന്ന് മാറ്റി പിന്നെ അവസാനം അതിനകത്ത് ഫൈൻവേ ട്രാവൽസ് എന്ന പേരിട്ടു. 2 പേരിൽ നിന്ന് നാട്ടിലെ 1-2 സുഹൃത്തുക്കൾ കൂടെ അതിനകത്തേക്ക് കൊണ്ടുവന്നു. ജോലിയൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ പഠിപ്പിച്ചു. അതിന്ന് 10-40ഓളം സ്റ്റാഫായി, 3 സ്ഥാപനങ്ങളായി, നല്ല ഇൻകമായി സാർ. വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. മക്കളെന്ന് അവൻ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. വല്ല പ്രായമുള്ള ആളൊന്നും അല്ല ഷിഹാബ്, ചെറുപ്പക്കാരനാണ്. എൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ശരി എന്താണ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എല്ലാ മാസവും എൻ്റെ സ്റ്റാഫിന് അവർ അമ്മമാർക്ക് 2500 റുപ്യ ഒരു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. അതെൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഞാൻ അയച്ചു കൊടുക്കുക. അത് അവരറിയാതെയാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഏകദേശം നല്ലൊരു സംഖ്യ എനിക്ക് ചിലവ് വരും സാർ. ഒരു 3 ലക്ഷത്തോളം രൂപ മാസം എനിക്ക് ചിലവ് വരും പെർ മന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷിഹാബെ തീർച്ചയായിട്ടും നല്ല പരിപാടിയാണ്, വരാമെന്ന് പറഞ്ഞു. പിന്നെ തുടർന്ന് അങ്ങോട്ട് ആ ഷിഹാബുമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ഒരു മാസക്കാലത്തോളം ക്ഷണം. അതിനുശേഷം ഡേറ്റ് നിശ്ചയിച്ചു. 25-ാം തീയതി ആയിരുന്നു ഈ ഫംഗ്ഷൻ. അവിടെ കോൺട്രിയാട് എത്തിയാദ് ടവേഴ്സിലായിരുന്നു.
ഒരു വലിയ മെഗാ ഈവൻ്റ് ആയിരുന്നു ആ പരിപാടി. KMCCയുടെ സാരഥികളൊക്കെ ക്ഷണിച്ച വലിയ പരിപാടിയിൽ ഞാനായിരുന്നു ഉദ്ഘാടകനായിട്ടാണ് ചെന്നത്. എല്ലാവർക്കും സ്റ്റാഫിനൊക്കെ ഒരു കവർ കൊടുത്തുകൊണ്ട് ശിഹാബ് പറഞ്ഞു, ഒരു സർപ്രൈസ് ന്യൂസാണ് നിങ്ങളെന്ന് ക്ഷണിച്ചത് എൻ്റെ പ്രിയപ്പെട്ട, നിങ്ങൾ സ്റ്റാഫല്ല, എൻ്റെ മക്കളാണ് നിങ്ങളത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഓരോ കവറുകളും തുറന്നു നോക്കാൻ പറഞ്ഞു. അത് ശിഹാബ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പ്രിയപ്പെട്ട അമ്മേ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ മകനെ നിങ്ങൾ വളർത്തി വലുതാക്കി ഈ അറേബ്യയുടെ മണ്ണിലെത്തി നിങ്ങളുടെ മകൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം എൻ്റെ കമ്പനി അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ മാത്രം അനുഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല. അതിലൊരു ചെറിയ പങ്ക് ഞാൻ അമ്മയ്ക്ക് തന്നോട്ടെ. നിങ്ങളുടെ മകൻ എത്ര കാലം എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അത്രയും കാലം, ഈ സ്ഥാപനമുള്ള കാലം അത്രയും 2500 രൂപ ആണ് ഇപ്പോൾ എനിക്ക് അമ്മയ്ക്ക് തരാൻ കഴിയുക. ആ പൈസ ഇന്നു മുതൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അത് വരും. സ്നേഹപൂർവ്വം ശിഹാബ്, ഫൈൻ വേ ട്രാവൽസ്, അബുദാബി. ഇത് പറഞ്ഞ് ആ വേദിയിരുന്ന മുഴുവൻ കുട്ടികളും കരഞ്ഞുപോയി. ശിഹാബ് ഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫെല്ലാം വേദി കയറി വന്ന് ശിഹാബിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞ KMCCയുടെ അതിൻ്റെ പ്രിയപ്പെട്ട ഗസ്റ്റായിട്ട് വന്ന് നമ്മുടെ പ്രസിഡൻറ്റും വേദി വന്ന് അദ്ദേഹവും കരഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, എത്രയോ കോപ്പറേറ്റീവുകളുടെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും വലിയ ഫംഗ്ഷൻ നടത്തുമ്പോൾ ചോദിക്കും, നിങ്ങൾ എത്ര പൈസ ഉമ്മയ്ക്ക് കൊടുക്കും, അല്ല അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്ര കൊടുക്കുന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു സ്ഥാപനം തുടർന്ന് 3-ാമത്തെ വർഷം തൻ്റെ സ്ഥാപനത്തിലെ ഉമ്മമാർക്ക് 2500 രൂപ കൊടുക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. എനിക്കറിയാം, എൻ്റെ അമ്മയെ നോക്കുന്നത് സെർവൻ്റ് അല്ല, ഞാൻ സെർവൻ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മാളുക്കുട്ടി ചേച്ചിയാണ്. എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും കൊണ്ടു നടക്കുന്ന മാളുക്കുട്ടി ചേച്ചിയാണ്. എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് മാളുക്കുട്ടി ചേച്ചി ഞാൻ കാണുന്നത്. പെൻഷൻ കൊണ്ടുവരുമ്പോൾ മാളുക്കുട്ടി ചേച്ചി അത് വാങ്ങുമ്പോൾ മാളുക്കുട്ടിയുടെ മുഖത്ത് വരുന്നൊരു മാറ്റമുണ്ട്. 1500 രൂപ 6 മാസം കൂടുമ്പോഴേക്കാണ് പെൻഷൻ കിട്ടുക. അതിങ്ങനെ എണ്ണിയിട്ട് ചിരിക്കും, ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചിട്ട് ആ പൈസ ഇടയ്ക്ക് വീണ്ടും വീണ്ടും മറിച്ച് നോക്കും. ഞാൻ ആലോചിക്കുകയാണ്, ഒരു 2500 എല്ലാ മാസവും ഒരു 3 വർഷം സ്ഥാപനം തുടങ്ങിയ ചെറുപ്പക്കാരന് ആ കമ്പനിയുള്ള കാലം അത്രയും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ പങ്കെടുത്ത ഏറ്റവും വലിയൊരു പരിപാടിയായിരുന്നു ആ പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 19ഓളം രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്, 3050 വേദികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു വേദി ആ വേദിയായിരുന്നു. കാരണം അമ്മമാർക്കൊരു കൈത്താങ് എന്ന് പറയുന്നതാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. തീർച്ചയായിട്ടും അമ്മമാരെ, ഏതൊരു മകനാണോ അമ്മമാരെ കൃത്യമായി ശുശ്രൂഷിക്കും പരിലാളിക്കുകയൊക്കെ ചെയ്യുന്നത്, അവനെ മണ്ണിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലെത്തും. ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു. എനിക്ക് പരിശുദ്ധ ബൈബിളിനകത്തുള്ള ഒരുപാട് വചനങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത് മൊത്തം മാതാപിതാക്കളെക്കുറിച്ചുള്ള ചില വചനങ്ങളാണ്. അതേപോലെ പരിശുദ്ധ ഭഗവത്ഗീത എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ യഥാഹിതാഗി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അത്യുസ്ഥാനമധർമ്മസ്യ തത്തസ്മനം സജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാത്തായ സംഭവാമി യുഗേ യുഗേ. ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പ്രശ്നത്തെ മുഴുവനും ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ്. സിസ്റ്റത്തിനെ മാറ്റാനുള്ള ശക്തി ഇവിടെ ഉണ്ട് എന്ന് സാരോപദേശമാണ്, അർജുൻ കൃഷ്ണനോടുള്ള ഉപദേശമാണ്. ഈ ഉപദേശം നമുക്കൊക്കെ മാനവരാശിക്ക് തരുന്ന ഉപദേശമാണ്. ഇങ്ങനെയുള്ള കുറേ വചനങ്ങൾ നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളെ വല്ലാതെ തൊട്ട് തലോടിപ്പോവും. പരിശുദ്ധ ഖുർആനകത്തൊരു വചനമുണ്ട്, എപ്പോഴും എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു മഹത് വചനമാണ്. വാല തക്കുലകുമ ഉവിൻ. ഞാൻ ഒരുപാട് വേദികൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായമായ മാതാപിതാക്കളെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പ്രായമായ മാതാപിതാക്കളെ എന്നല്ല പറയുന്നു, പക്ഷെ ഞാൻ പ്രായം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. മാതാപിതാക്കളെ, നിങ്ങൾ ചേ എന്ന വാക്കുകൊണ്ട് പോലും ഉച്ചരിക്കപ്പെടരുത്. ചേ പാപപങ്കിലതമാണ് ചേ. ഞാൻ എപ്പോഴും ആലോചിച്ച് കണ്ണു നിറയുന്നൊരു പരിശുദ്ധ ഖുർആന്റെ ഒരു വചനമാണ്. മാതാപിതാക്കളെ നിങ്ങൾ ചേ എന്ന വാക്കുകൊണ്ട് പോലും അഭിസംബോധന ചെയ്യരുതേ, പാപമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, എത്രയോ ചേകൾ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോടെല്ലാം പൊറുക്കാൻ മാപ്പ് ചോദിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ മുഴുവനും എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ കണ്ടതും കേട്ടതിൻ്റെയും അനുഭവമാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നൊരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക്. ഫിനാൻഷ്യലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വ്യക്തിയാണ് ഞാൻ. എനിക്കൊന്നിനും തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നിട്ട വഴികളെല്ലാം ഒരുപാട് സങ്കടങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ ഒരു ഭാഗം കഴിഞ്ഞു പോയ അമ്മയാണ്. പക്ഷേ എൻ്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന അമ്മയല്ല കേട്ടോ. ഞാൻ നാട്ടിൽ പോയ സമയത്ത് മകേഷിൻ്റെ വീട്ടിൽ അമ്മ പോവും. മകേഷിൻ്റെ ഭാര്യ അമ്പിളി. ഒരാഘോഷമാണ് വീട്ടിൽ അമ്മ ചെന്നാൽ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളെ ബേപ്പൂരിൽ ഒരു കുടുംബമുണ്ട്, അവിടെ പോവും, അമ്മ കൊണ്ടുപോകും. അവർ വന്നിട്ട്
അതേപോലെ എൻ്റെ ഫിറോസ് എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. ഫിറോസും ഫാഹിമ, എൻ്റെ മോളെപ്പോലെ ഞാൻ കണ്ട കുട്ടിയാണ് ഫാഹിമ. അവരും വന്ന് അമ്മയെ കൊണ്ടുപോകും. അവിടെ എത്തിയിട്ടായിരിക്കും എനിക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുക. എന്ന് പറഞ്ഞാൽ അമ്മനെ തങ്ങട്ടേക്കുള്ള കൊണ്ടുവന്നിട്ടോ എന്നൊക്കെ പറയും. അമ്മയ്ക്ക് യാത്ര വലിയ ഇഷ്ടമാണ്. കാരണം അമ്മയ്ക്ക് എപ്പോഴും ഒരാൾ വേണം പിടിക്കാനൊക്കെ. അമ്മ കാണാത്ത സിനിമകളില്ല, അമ്മ കാണാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളില്ല, അമ്മ പോകാത്ത ബന്ധുമിത്രാദികളില്ല. കാരണം ഞാൻ എപ്പോഴും ഈ വയസ്സൊക്കെ ഇങ്ങനെ കൂട്ടി നോക്കും. ഈ വയസ്സിനെക്കുറിച്ച് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആയുസ് 80 വയസ്സുള്ളെന്ന് പറയണേ, 18 years. ഇപ്പോഴത്തെ ആയുർദൈർഘ്യം. അപ്പോൾ ഞാനിങ്ങനെ കൂട്ടി നോക്കും, ദൈവമേ അങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് 74 വയസ്സായല്ലോ. അപ്പോൾ ഇനി 6 വർഷം കൂടി ഉള്ളൂ അമ്മയ്ക്ക്. അപ്പോൾ 6 ഗുണിക്കണം 365 ഇസിക്കൽ 2190 ദിവസം നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ പകുതി അമ്മ കിടന്നുറങ്ങും, പകുതി പകലും പകുതി രാത്രിയാണ്. നമ്മുടെയൊക്കെ ആയുസ്സൊന്ന് കൂട്ടി നോക്കിക്കുക. അങ്ങനെയാണ്. എൻ്റെ അമ്മയ്ക്ക് 2190 ദിവസമുള്ള പകുതി പകലും പകുതി രാത്രി. അപ്പോൾ 1000 ദിവസം നമ്മുടെ കയ്യിലുള്ളൂ. അത്രയും ദിവസമുള്ള അമ്മയെ ഞാൻ കാണാതെ പോകാൻ പാടുണ്ടോ? അമ്മയുടെ ഇഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കാതിരിക്കാൻ പാടുണ്ടോ? നാളെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവസരം കിട്ടില്ല എന്ന് ഉറപ്പല്ലേ? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കാണാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. സൂര്യോദയത്തിന് മുമ്പ് കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ വരവൊന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേന അനുഭവിക്കുന്ന മാലാഖ ആരാൻ ചോദിച്ചാൽ അവളുടെ പേര് അമ്മ എന്നാണ്. തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും കരിയാപ്പിലക്കും തെങ്ങിനും കൗങ്ങിനും ഒക്കെ വെള്ളം മുടിച്ച് കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്ത മകളെ ആരാൻ ചോദിച്ചാൽ അവളുടെ പേരും അമ്മ എന്നാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ വിഴുപ്പലക്കി അലക്കി ചുക്കിച്ചുളിഞ്ഞു പോയ ഒരു പഴന്തനി കഷ്ണം ആരാൻ ചോദിച്ചാൽ അവളുടെ പേരും അമ്മ എന്നാണ്. ഞാൻ നിങ്ങളൊക്കെ രണ്ടാംകുഞ്ഞിനെ കിളിക്കുഞ്ഞിനെയൊക്കെ പിടിച്ച് ചെറുപ്പത്തിൽ കളിക്കുമ്പം അമ്മ വിളിച്ചു പറയും, മോനെ മോളെ അതിനെ തുറന്നു വിടും മക്കളെ, അതിൻ്റെ തള്ള അതിനെ കണ്ടില്ലെങ്കിൽ കരയും എന്ന് പറയുന്നവരുടെ പേരും അമ്മ എന്നാണ്. ദൈവത്തോടുള്ള പരിവവും പറച്ചിൽ പലപ്പോഴും അമ്മയുടെ സങ്കടങ്ങളും ആവലാതികളും മറച്ചു വെച്ച് മക്കൾക്കായി ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരുവളുടെ പേരും അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിടനാഴികളിൽ ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും മാറാലുകളോടും മല്ലടിച്ച് ചുക്കിച്ചുളിഞ്ഞു പോയവൾ അമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി വീട് ഉറങ്ങിയതിന് ശേഷം ഒടുവിൽ കിടന്നുറങ്ങുന്ന ഒരുവളുടെ പേരും അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസയുടെ പേരും അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമിഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, എൻ്റെ അമ്മയില്ലാത്ത വീട്, എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടേയല്ല. അവർ ജീവിച്ചിരിക്കുന്ന കാലം അത്രമേ നമ്മളുടെ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. അമ്മയും അച്ഛനും നഷ്ടപ്പെടുന്ന സമയത്താണ് ലോകത്തെ ഏറ്റവും വലിയ ശൂന്യത മക്കൾ അനുഭവിക്കുക. ആ ശൂന്യതയെ നികത്താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരോട് ചെയ്യുന്ന കടപ്പാടുകൾ, അവർക്ക് ചെയ്യുന്ന കടമകൾ ഏറ്റവും മനോഹരമായ രീതിയിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീപക്ഷക്ക സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, ഓത്യാസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഗ്രീക്ക് തത്വചിന്തകനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ നാരിമാരെ, നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളുക, ഒരു കാരണവശാലും ഞാൻ നിൻ്റെ മാതാപിതാക്കളുടെ അന്ത്യനാളുകളിൽ അവരെടുത്ത് പോകാനോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ കൂട്ടിരിക്കാനോ ഞാൻ നിനക്ക് അവസരം നൽകുകയില്ല. ആ അവസരം ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് പകുത്തു കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഞാൻ തന്നിരിക്കുന്ന അവസരം, നീ ഇപ്പോൾ നിലവിൽ എവിടെയാണോ വസിക്കുന്നത് ആ വീട്ടിനകത്ത് നിനക്ക് വിയർപ്പ് കൊണ്ട് അപ്പം ചുട്ട് നൽകപ്പെടുന്ന നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ, അവരുടെ കുറ്റങ്ങളും കുറവുകളും നീ കാണാതെ കേൾക്കാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് നിനക്ക് എത്തിക്കാൻ സാധിച്ചാൽ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം. ഓതേസ് പറയുകയാണ്, നാരി, നീ ഇപ്പോൾ വസിക്കുന്നത് നിന്റെ ഭർത്തൃഗൃഹത്തിലാണ്. നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ അന്ത്യനാളുകളിൽ കൂട്ടിരിക്കാനോ പോകാനോ ഭക്ഷണം കൊടുക്കാനോ ഒരു പക്ഷേ ഞാൻ നിനക്ക് അവസരം തന്നു എന്ന് വരില്ല. നിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു പക്ഷെ നിന്റെ മാതാപിതാക്കൾ മരണപ്പെടാം.
അവരുടെ അന്ത്യകർമ്മങ്ങളിൽ മാത്രം നിനക്ക് പങ്കെടുക്കാം. പക്ഷേ നിന്റെ മാതാപിതാക്കളുടെ അന്ത്യ സമയങ്ങളിൽ കൂട്ടിരിക്കാൻ മറ്റൊരു വീട്ടിൽ പിറന്ന പെൺകുട്ടിയെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവളത് ഭംഗിയായി നിർവഹിച്ചുകൊള്ളും. പ്രത്യുത നീ ആയിരിക്കുന്ന നിന്റെ ഭവനത്തിൽ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നീ കാണാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തേക്ക് എത്തിക്കാൻ നിനക്ക് സാധിച്ചാൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കാം. എത്ര പേരാ വിരുന്ന് കഴിക്കാൻ ഭാഗ്യവതികളാണ്? ഇവിടെയാണ് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടത്. പലരും ഭർത്താവിൻ്റെ അമ്മയെ, എൻ്റെ സ്വന്തം അമ്മയെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഞാൻ ഈ കടമ ഒരു നിയത്തായിട്ട് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ഒരുപാട് സഹോദരിമാരോട് പറയാറുണ്ട്, സാറേ സത്യ സാറ് പറഞ്ഞത്, എനിക്ക് ഭർത്താവിൻ്റെ ഉമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എന്നെ കൺസിഡർ ചെയ്യുന്നില്ല സാറ്. ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മോളോടാണ്, സ്വന്തം മോളോടാണ് ഭയങ്കര ഇഷ്ടം സാറേ. എന്തൊക്കെ പറഞ്ഞാൽ ഉമ്മ ഇങ്ങനെ കാട്ടിക്കൂട്ടലൊക്കെയാണ് സാറേ. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, സത്യം പറയാമല്ലോ. ഒക്കെ ഒരു പാവമാണ് സാർ. സാറ് സംസാരിച്ചതിന് ശേഷം എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കുറവുകൾ, എൻ്റെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കുറവുകളെല്ലാം ഞാൻ അങ്ങോട്ട് മനസ്സിൽ നിന്ന് മാറ്റി. അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ തീരുമാനമെടുത്ത് അന്ന് തൊട്ട് എനിക്കൊരുപാട് സന്തോഷം എൻ്റെ വീട്ടിൽ കിട്ടാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ഒരുപാട് സന്തോഷം കിട്ടാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ വാക്ക് കേവലം ഫിലിപ്പമ്പാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് ശാസ്ത്രീയമായിട്ടും ഭൗതികപരമായിട്ടും മാനസികപരമായിട്ടും തെളിയിക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് ഇവിടേക്ക് എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കുക. നമ്മുടെ ഭർത്താവിൻ്റെ അമ്മമാർക്ക് ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം, മേ ബി ഉണ്ടാവാം. ആ കുറ്റങ്ങളും കുറവുകളും കാണാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമനത്തേക്ക് എത്തിക്കാൻ നിനക്ക് സാധിച്ചാൽ സ്വർഗത്തിൻ്റെ കവാടത്തിൽ വിരുന്നൊരുക്കപ്പെടും. പ്രത്യുത നിൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും മഹനീയമായ ഇഷ്ടം നിനക്ക് നേടിയെടുക്കാനും സാധിക്കും. ഭർത്താവ് പറയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഭർത്താവ് പറയും, എൻ്റെ ഭാര്യ ഒരു പച്ച പാവാണോ, എൻ്റെ ഉമ്മയ്ക്ക് കുറച്ച് ദുലുമൊക്കെ ഉണ്ട്, ഉമ്മ കുറച്ച് ഉള്ളിലൊരു കൊയിന്തൊക്കെ ഉണ്ട്, ഉപ്പയ്ക്കുമുണ്ട്. പക്ഷെ അവളതെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവളതെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതാ എൻ്റെ ഭാഗ്യം. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആദരവും അംഗീകാരവും. അതുകൊണ്ടാണ് ഓത്യാസ് പറയുന്നത്, സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം. തീർച്ചയായിട്ടും ആ വിരുന്ന് കഴിക്കാൻ നിങ്ങൾക്കൊക്കെ സ്വാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എൻ്റെ അമ്മയെ കൂടി ഓർക്കുക, എൻ്റെ പ്രിയ സുഹൃത്ത് മകേഷിൻ്റെ അമ്മയെ കൂടി ഓർക്കുക. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അടുത്ത് കുറച്ച് സോഡിയത്തിൻ്റെ കുറവൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് അറിയില്ല, സോഡിയത്തിൻ്റെ കുറവെന്ന് പറയും, കുട്ടികളെ പോലെയാണ്. ഇടയ്ക്കൊക്കെ അമ്മ എന്നോട് ചോദിക്കും, നീ ആരാടാന്ന് ചോദിക്കും, നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനൊക്കെ പറയും അമ്മ എന്നോട്. അല്ല, അമ്മയുടെ കൈയൊക്കെ പിടിച്ചൊന്ന് കുലുക്കും, അമ്മ എന്നൊക്കെ പറയും. എന്താ മക്കളെ ചോദിക്കും, അമ്മ എല്ലാവരെയും മക്കളെന്നാണ് എൻ്റെ അമ്മ വിളിക്കുക. അപ്പോൾ ഞാൻ കുലുക്കും, അമ്മ അറിയും, തട്ടൊക്കെ തട്ടിങ്ങനെ. അപ്പോൾ അമ്മ നോർമലാവും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ശരീരം ശ്രദ്ധിക്കുക, നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ചൊക്കെ ജീവിക്കുക. ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് യാത്രകളൊക്കെ ഒന്ന് പോവുക. ഞാൻ നിങ്ങളോടൊക്കെ പറയാം, സമ്പാദിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സമ്പാദിക്കൊന്നും വേണ്ട. ചൂരൽമരയിൽ ഉരുൾ പൊട്ടിയപ്പോൾ നമ്മൾ കണ്ടതാണ്, എല്ലാവരും ഇറങ്ങി ഓടി, ഒന്നുമില്ല അവസാനം. മനസ്സിരിക്കട്ടെ, ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ നല്ല മുഖമുള്ളതുകൊണ്ട് ഞാൻ കുറേ സംസാരിച്ച് പോയത്. സത്യം പറഞ്ഞാൽ കാര്യം, നിങ്ങളതിൽ എഴുന്നേറ്റൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തി ഞാൻ പോയേനെ. ഇവിടെ ഡാൻസ് പരിപാടിക്ക് മക്കളിവിടെ നിന്ന് ഇരിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങളെല്ലാവരും ആ കുട്ടികളുടെ പരിപാടി കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ. കാര്യം ഞാൻ കുറച്ച് സമയം കൂടി എടുത്തു. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ എൻ്റെ അപേക്ഷ, ആ മക്കളുടെ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവുള്ളൂ. കാരണം എനിക്ക് ഞാൻ അറിയില്ല, ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ 2 പരിപാടി കഴിഞ്ഞിട്ടാണ്, വീട്ടിൽ അമ്മ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പരിപാടി കഴിഞ്ഞാൽ പോവും. തീർച്ചയായിട്ടും KGM കുറിച്ച് എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് എന്തായാലും എഴുതാനുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ച്. ഇത് നല്ലൊരു കൂട്ടായ്മയാണ്. കാര്യം ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമേ ഇതിനെ മുൻപോട്ട് നയിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എക്സ്പെഷ്യലി മീഡിയയിലൂടെ കാണുന്ന പ്രവാസ ലോകത്തെ മുഴുവൻ സഹൃദരെ, KGM പരിപാടി ഇവിടെ പ്രൗഢഗംഭീരമായിരുന്നു. കാരണം നിങ്ങളുടെ ഒക്കെ സ്നേഹവായ്പകൾ എന്നും ഉണ്ടാവണം. ഈ മണ്ണിൽ ഓരോ മനുഷ്യനെയും മണ്ണിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവാസ ലോകത്തെ നിങ്ങളുടെ വിയർപ്പിൻ്റെ ദശാംശമാണ്. അതുകൊണ്ടാണ് ഈ
നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനകത്തെ 1700 വരുന്ന ശരീരത്തിന് സർജറികൾ, വീടുകൾ, ഭവനങ്ങൾ, വിദ്യാഭ്യാസം എല്ലാം പ്രവാസലോകമെന്ന് പറയുന്ന ആ മണ്ണിലെ ഓരോ പ്രവാസികളുടെയും സ്നേഹ വായ്പകളാണ്. അതുകൊണ്ട് പ്രവാസികളുടെ ഏത് പരിപാടി വിളിച്ചാലും ഞാൻ ഓടിപ്പോകാറുണ്ട്. കാരണം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒക്കെ ഒരുപാട് ഞാൻ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്ക് അവരുമായിട്ട്, പ്രവാസലോകത്തെ ആളുകളുമായിട്ട് വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹ വായ്പകൾ ഇനിയും ഉണ്ടാവണം, പ്രാർത്ഥനയിൽ ഓർക്കണം. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പേജുകൾ എന്നെ ഫോളോ ചെയ്യണം. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ തരേണ്ടത് എനിക്ക് പ്രാർത്ഥനയാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മ ഹെൽത്തി ആണെങ്കിൽ, മെൻ്റലി ഹെൽത്തി ആണെങ്കിൽ ഞാനും വളരെ ഹാപ്പിയാണ്. സോ വീണ്ടും ഒരു വേദിയിൽ കാണാം പറഞ്ഞുകൊണ്ട് ഇവിടെ വാങ്ങുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു എവരിബഡി.